നിന്റെ വചനം ഹൃദയത്തിൽ ഐശ്വര്യമായി വസിക്കണം. അപ്പൊ ഒന്ന് വെള്ളത്തിലെ സ്നാനം നമുക്കറിയാം അല്ലേ, വെള്ളത്തിലുള്ള സ്നാനം. അതിനുശേഷം യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ വീശുമുറം കയ്യിലുണ്ട്, അവന്റെ കളത്തെ മുറ്റും വെടുപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതും പതിർ കേടാകാതെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദിയ നിമിത്തം ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങളും നിമിത്തവും യോഹന്നാൻ അവരെ ആക്ഷേപിക്കിയാൽ ഇതെല്ലാം ചെയ്തത് കൂടാതെ അവൻ തടവിലാക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു. നോക്കിക്കേ, യേശുവും സ്നാനമേറ്റു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവും സ്നാനമേറ്റെന്ന് പറ. ആമേൻ. അപ്പൊ യേശു ക്രിസ്തുവും സ്നാനമേറ്റെങ്കിൽ നമ്മളും ഉറപ്പായും സ്നാനമേൽക്കണം. സ്നാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഇപ്പൊ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സ്നാനം നമ്മളിലൊരു ബോധത്തെ ഉണ്ടാക്കുവാണ്. എന്താ ബോധം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നോക്കിക്കേ, യേശു സ്നാനമേറ്റു, സ്വർഗം തുറന്നു. നോക്കി, യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധ ആത്മാവ് ദേഹരൂപത്തിൽ, ഏത് രൂപത്തിലോ, പ്രാവിന്റെ രൂപത്തിൽ എന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. നോക്കിക്കേ, അപ്പൊ ഈ സ്നാനമേക്കുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ ഒരു ശബ്ദം അവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ നോക്കിക്കേ, സ്നാനമേൽക്കുന്നത് വരെ ഇന്നേ വരെ ഒരു മനുഷ്യനും കേൾക്കാത്ത, അല്ലെങ്കിൽ അതുവരെ വെളിപ്പെടാതെ നിന്നിരുന്നൊരു ശബ്ദം അവിടെ ഉണ്ടായി. നോക്കിക്കേ, സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. ഇനി നോക്കിക്കേ, യേശു താൻ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ഏകദേശം 33 വയസ്സായിരുന്നു. അവർ യോസേഫിന്റെ മകനെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഈ വാക്ക് നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ യോസേഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. അപ്പൊ അവിടെ വാക്ക് നോക്കിക്കേ, ആ വാക്കിനൊരു പ്രത്യേകത നോക്കിക്കേ. അതുവരെ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത് യോസേഫിന്റെ മകൻ എന്നാണ്. യോസേഫിന്റെ മകനായ യേശു എന്നായിരുന്നു അഡ്രസ്സ്. പക്ഷെ ഇവിടെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാപെന്ന രൂപേ ഇറങ്ങി വന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്നറിയാവോ? അവിടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? ഒരു ശബ്ദമുണ്ടായി. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഉണ്ടായ ശബ്ദത്തിന്റെ അകത്തൊരു പ്രത്യേകത ഇങ്ങനെയാണ്, അതുവരെ ആൾക്കാർ യേശു യോസേഫിന്റെ മകനെന്ന് വിശ്വസിച്ചു പൊക്കോണ്ടിരുന്നു. പക്ഷെ ഒരു ശബ്ദമുണ്ടായി, ഇത് യോസേഫിന്റെ മകനല്ല, ദൈവത്തിന്റെ മകൻ. ഇനി ഞാൻ പറഞ്ഞു തരാവേ. നിങ്ങൾ യേശുവിലേക്ക് വരുമ്പോൾ, സ്നാനമേൽക്കുമ്പോൾ, രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ജനനം നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മൾ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? രക്ഷിക്കപ്പെട്ട വിശ്വാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയപ്പെടുന്നത് യോസേഫിന്റെ മകനായ യേശു എന്നല്ല, പിന്നെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മകൻ. അഡ്രസ്സ് മാറിയത് കണ്ടോ? അഡ്രസ്സ് മാറിയത് കൊണ്ടോ? സ്നാനമേറ്റപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? സ്നാനമേക്കുന്നതിനെ പറ്റി റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം നമ്മൾ ധ്യാനിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായിത്തീരുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് യേശുവിനെ പറ്റി തന്നെ മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്ത് ചില ഭാഗം നമുക്ക് വായിക്കാം. നിങ്ങൾ ഈ വംശാവലികൾ കാണാൻ പറ്റും അല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ മകൻ, ഇത് മുഴുവൻ വായിച്ചാൽ മതി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ഭയങ്കര കടുകട്ടിയുമായിട്ടുള്ള പേരുകളും നമുക്ക് തോന്നും എന്തൊരു പാടല്ലേ. കുറേ ആൾക്കാർ യഹൂദ താമാരിൽ പാരേസിനെയും സാരസിനെയും ജനിപ്പിച്ചു, പാരേസിനെ ഹെദ്രോനെ ജനിപ്പിച്ചു, ഹെദ്രോൻ ആരാവിനെ ജനിപ്പിച്ചു, ഇങ്ങനെ കുറേ പേരെ ജനിപ്പിച്ചു. ഈ വാക്ക് കണ്ടോ? ജനിപ്പിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ വലിയൊരു വംശാവലി തന്നെ പറയുക. നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ വെല്ലിച്ചന്റെ പേര് ചോദിച്ചാൽ, വെല്ലിപ്പച്ചന്റെ പേര് ചോദിച്ചാൽ നമുക്കറിയാമല്ലേ? വെല്ലിപ്പന്റെ പേര് ചോദിച്ചാൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു 10-20 തലമുറ പുറകോട്ട് അപ്പച്ചന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇല്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, യഹൂദന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവരിങ്ങനെ അവരുടെ പിതാക്കന്മാരുടെ മൊത്തം ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. ഒയ്യോ, ഒന്ന് ചോദിച്ചു നോക്കിയേ, ഇവരുടെ ലിസ്റ്റ് മൊത്തം ഇവരുടെ കയ്യിലുണ്ട്. അതാണ് ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങോട്ടാ വരുന്നറിയാവോ? ഇത് ഒരാളിലേക്ക് വരികയാ. ആരിലേക്കാണെന്നറിയാവോ? ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ താഴേക്ക് വായിച്ചു വരുന്ന സമയത്ത് ഇവിടെ മറ്റൊരാളിൽ വന്നുകൊണ്ട് ഈ വാക്യം അവിടെ നിൽക്കുകയാണ്. മറ്റാരുമല്ല. താഴോട്ട് നോക്കിയേ, അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് ഒരു മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇവിടെ നോക്കി, ഈ വംശാവലി താഴേക്ക് വരുമ്പോൾ എലിയാസറിനെ മദ്യാനെ ജനിപ്പിച്ചു, മദ്യാൻ യാക്കോബിനെ ജനിപ്പിച്ച്, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അപ്പം ഈ മറിയയുടെ ഭർത്താവായ യോസേഫ് ആരാണ്? യേശുവിന്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തി. അവിടെ നിങ്ങൾ നോക്കി, അവിടം വരെ എത്തി. ഇത്രയും വലിയ ലിസ്റ്റ് നോക്കി, എന്തോരം പിതാക്കന്മാരുടെ പേര് പറഞ്ഞല്ലേ. എന്നിട്ട് ഏറ്റവും ഒടുവിലൊരു വാക്ക് പറയുകയാണ്. നിങ്ങൾ ഈ വാക്ക് കണ്ടോ? യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. ഇനി അടുത്ത വാക്ക് നോക്കിയേ, അവളിൽ നിന്നും ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. നിങ്ങൾ നോക്കിയേ, ഈ 16-ാം വാക്യത്തിന്റെ അകത്ത് 2 ജനനം പറയുന്നുണ്ട്. പക്ഷെ ആ രണ്ടും ഒരേപോലെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഒരു വ്യത്യാസം അവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ചെറിയൊരു വ്യത്യാസമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചെറിയൊരു വ്യത്യാസമുണ്ട്. നോക്കിക്കേ, 16-ാം വാക്യം നോക്കിയാ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. അത്രയും വലിയ പിതാക്കന്മാരുടെ പാരമ്പര്യം പറഞ്ഞു വന്നിട്ട് യോസേഫിന്റെ പിതാവിന്റെ അടുക്കിലേക്ക് വന്ന സമയത്ത് യോസേഫിന്റെ യാക്കോബ് മറിയയുടെ ഭർത്താവായി യോസേഫിനെ ജനിപ്പിച്ചു എന്ന് വന്നിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഉടനെ പറയുകയാണ്, യേശു ക്രിസ്തു എന്നു പേരുള്ള വ്യക്തി ജനിച്ചു. അപ്പൊ ജനിപ്പിച്ചു എന്നൊരു പദം അവിടെ ഇല്ല, പകരം ജനിച്ചു. എന്താണ് ജനിപ്പിച്ചു എന്ന് പറയാതെ
ജനിച്ചു എന്ന് പറയാൻ കാരണം ഇതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ, കർത്താവിലേക്ക് സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. അതായത് നിങ്ങളെ ജനിപ്പിക്കുവല്ല മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് നിങ്ങൾ ജനിക്കുകയാണ്. വളരെ വ്യത്യാസമുള്ളൊരു പദമാണിത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. നമുക്കറിയാം പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നു, കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നോക്കിക്കേ, വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23 അല്ലേ? അവിടെ നിങ്ങൾ ആ വാക്ക് കണ്ടോ? അപ്പൊ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് ലോകത്തിന്റെ ഒന്നിനും നിങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയത്തില്ല. ലോകത്ത് നിങ്ങൾ ഈ വാക്ക് നോക്കി, 23-ാമത്തെ വാക്യം കണ്ടോ? കെടുന്ന ബീജത്താലല്ല ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നോക്കിക്കേ, ഇവിടെ ജനിപ്പിച്ചു എന്നൊരു പദമില്ല, ജനിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി പറയുമ്പോൾ യോസേഫിനെ ജനിപ്പിച്ചു, യേശു ജനിച്ചു. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മളെപ്പറ്റി പറയും നമ്മൾ ജനിപ്പിക്കുകയല്ല, ജനിക്കുക. എന്തായി വ്യത്യാസം? നിങ്ങൾക്ക് മനസ്സിലായോ? ജനിപ്പിക്കുന്നതും ജനിക്കുന്നതും തമ്മിൽ എന്നാ വ്യത്യാസം? ഭയങ്കര വ്യത്യാസമാണ്. അതായത് ജനിപ്പിക്കണമെങ്കിൽ, അതായത് ഒരു വ്യക്തി, ഒരു കുഞ്ഞ് ഒരു വ്യക്തിയുടെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി നമ്മൾ ജനിപ്പിക്കും അല്ലേ? ഒരു പുരുഷന്റെ സഹായത്താലാണ് ജനനം സംഭവിക്കുന്നത്. എന്നാൽ ദൈവമക്കൾ ജനിക്കുന്നത് യഥാർത്ഥത്തിൽ വചനത്താൽ നിങ്ങൾ ജനിക്കുക. അവിടെ നിങ്ങൾ ജനിപ്പിക്കുകയല്ല, നിങ്ങളെ ജനിക്കുക. വചനം നിങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ജീവനെ ഉളവാക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ജനിച്ചവരാണ് രക്ഷിക്കപ്പെട്ടവർ. ഇങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ പ്രത്യേകതയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു. ഇനി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ വചനം കേൾക്കണം. വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിവ് വരുമ്പോൾ തന്നെ ബൈബിൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി നടക്കും. ആമേൻ. ഇവിടെ നോക്കിയേ, ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കും. ഇപ്പൊ വീണ്ടും ജനിച്ച വ്യക്തിയെ പറ്റി നമുക്കറിയാം പലയിടങ്ങളിൽ. ഞാൻ പത്രോസിലെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ വാക്യം അല്ലേ? ഈ വാക്യത്തിൽ അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പോകുക. അവിടെ ആ പദത്തിന് കൊടുത്തിരിക്കുന്ന ചില വാക്കുകൾ, അതായത് അവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്ന വാക്യം എന്നാണ് ഗെറ്റ് ദി ഔട്ട് എന്നുള്ളൊരു വാക്ക് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥങ്ങളിൽ പലതും കൊടുത്തേക്കുന്നത് നമുക്ക് പറഞ്ഞാൽ മൂവ് ചെയ്യുക, പുറത്തേക്ക് വരെ ഡിപ്പാർട്ട് ചെയ്യുന്ന കുറേ വാക്ക് കൊടുത്തതിൻ്റെ അകത്ത് അടുത്ത വാക്ക് പറഞ്ഞെങ്കിൽ ഇങ്ങനെയാണ്, ടു ഡൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടേച്ചു വരിക എന്ന വാക്കിന് ഗ്രീക്ക് പദത്തിൽ കുറേ അർത്ഥങ്ങൾ വന്നതിൻ്റെ അകത്ത് ഒരു വാക്ക് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു, ടു ഡൈ. ടു ഡൈ എന്ന് പറഞ്ഞാൽ നീ മരിച്ചതുപോലെ എന്ത് ചെയ്യുക? ചിന്തിക്കുക. മരിച്ച വ്യക്തിയെ പോലെ. അതിൻ്റെ അർത്ഥം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ച വ്യക്തിക്ക് പിന്നെ തിരിഞ്ഞു നോട്ടമില്ല. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെ പിതൃഭവനത്തെയും വിട്ട് കാണിപ്പാൻ ദേശത്തേക്ക് പോകുക. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച വിളി പോലെ തന്നെയാണ് ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ ദൈവ പൈതലായി മാറിയിരിക്കുന്നു. ഇങ്ങനെ മാറിയിരിക്കുന്ന നിങ്ങളെ ജനിപ്പിച്ചതല്ല, ജനിച്ചതാ. എന്താണ് ഈ ജനിച്ചത്? ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരാം. നല്ലൊരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ പറയും മാതാവും പിതാവും അവർ തമ്മിൽ ചേർന്ന് ഒരു തലമുറ ഉണ്ടായെന്ന് പറയല്ലേ? പക്ഷേ നമ്മൾ ഇന്നേ വരെ നമ്മൾ ഏതെങ്കിലും വൃക്ഷത്തിൽ പോയിട്ട് നിങ്ങൾ പറയുമോ, ആ വൃക്ഷം 2 വൃക്ഷങ്ങൾ ചേർന്നപ്പോൾ നല്ല ഒന്നാന്തരം ഒരു മാമ്പഴം സൃഷ്ടിക്കുന്ന ഒരു മാവ് ഉണ്ടായെന്ന് നമ്മൾ പറയത്തില്ലല്ലേ? അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഒരു മനുഷ്യനോ മൃഗത്തിനോ കുഞ്ഞുണ്ടാകുമ്പോൾ അത് ജനിപ്പിക്കുന്നതാണെങ്കിൽ അതേപോലെ തന്നെ വൃക്ഷങ്ങൾക്കകത്തും ജീവനുണ്ട്. പക്ഷെ ഒരു വൃക്ഷം യഥാർത്ഥത്തിൽ 2 വൃക്ഷങ്ങൾ ചേരുമ്പോൾ മറ്റൊരു വൃക്ഷം ഉണ്ടാകുന്നതല്ല. അവിടെ വിത്തിട്ടതിന് ശേഷം ആ വിത്ത് അതിൽ നിന്നും മുളച്ചെന്ത് ചെയ്യുന്നു? മുള പൊട്ടി വൃക്ഷമായി മാറി ഫലം കായ്ക്കും. വ്യത്യാസം മനസ്സിലായോ? രണ്ടും ജനിച്ചിരിക്കുന്നു. ഒരു പൂ ഉണ്ടാകുന്നു, യഥാർത്ഥത്തിൽ ഒരു പൂ ജനിക്കുകയാണ്. അവിടെ റോസാപ്പൂ ഉണ്ടാകുന്നു, അതുവരെ ഇല്ലാത്ത റോസാപ്പൂ ഉണ്ടായി വരുന്നു. ഇതും ഒരു ജനനമാണ്. അതേപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് ജനിക്കുമ്പോഴും അതും ജനനമാണ്. അത് ജനിപ്പിക്കുന്നതാണെങ്കിൽ ഇത് ജനിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ വചനത്തിൻ്റെ അകത്തു നിന്നാണ് നിങ്ങൾ ജനിച്ചു പുറത്തേക്ക് വരുന്നത്.
ഇങ്ങനെ വരുന്ന നിങ്ങൾക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ജന്മം കൊണ്ട് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ബന്ധം വചനവുമായിട്ടാണ്. വചനത്താൽ, അതുമാണ് പത്രോസ്ലീഹ പറഞ്ഞത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ അത്രേ വീണ്ടും ജനിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തിക്ക് നിങ്ങൾക്ക് ബന്ധമുള്ളത് വചനവുമായിട്ടാണ്. ദൈവ വചനത്തിന്റെ അകത്താണ് നിങ്ങളുടെ കണക്ഷൻ മൊത്തം കിടക്കുന്നത്. ഈ വചനം നിങ്ങൾ കൂടുതൽ അറിയും തോറും നിങ്ങളെ അറിയാൻ പറ്റും. നിങ്ങൾ ആരാന്ന് അറിയാൻ പറ്റും. നിങ്ങളിലൂടെ എന്തൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ ഭാവി എന്തായി മാറും, നിങ്ങളുടെ കുടുംബം എന്തായി മാറും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിത്തീരുമെന്ന് ബൈബിൾ തീരുമാനിക്കും. കാരണം നിങ്ങളുടെ ശരീരം പുറത്തേക്ക് വരുന്നത് വചനത്താൽ നിങ്ങൾ ഉളവായവരാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ വചനത്തെ കൂടുതൽ അറിയും തോറും, ഇപ്പൊ ഞാൻ പറയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരു പ്രത്യേക ചെടി കണ്ടു. അപ്പൊ അതിന് നല്ലൊരു ഫ്രൂട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അപ്പൊ എനിക്കൊരു സംശയം, അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. അതൊരു പ്രത്യേക രീതിയിലൊരു ഗാർഡൻ ആയിരുന്നു. എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ എൻ്റെ ഉള്ളത്തിൽ ഒരു ഭയങ്കര കണ്ടപ്പോൾ ഒരു ആഗ്രഹം, അത് പറിച്ച് കഴിക്കാൻ വലിയൊരു ആഗ്രഹം. പക്ഷെ എൻ്റെ ഉള്ളം പറയുന്നു, ഇത് വല്ല വിഷക്കായ വല്ല ആണോ? കാണാൻ ഭംഗിയുണ്ടെങ്കിലും നമുക്കറിയാം ചിലത് വിഷക്കായ ഉണ്ടാവും അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഗൂഗിൾ എടുത്തിട്ട്, ഗൂഗിളിന്റെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, ക്യാമറയുടെ ഓപ്ഷൻ ഓൺ ആക്കുന്ന സമയത്ത് ഇത് സ്കാൻ ചെയ്യും. ക്യാമറയിൽ സ്കാൻ ചെയ്തിട്ട് അപ്പൊ അതിൻ്റെ അത് കുറേ ലിസ്റ്റ് വന്നു. അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള, അത് തന്നെ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കുറേ അതേ ഫ്രൂട്ടിന്റെ കുറേ ലിസ്റ്റ് വന്നു. അപ്പൊ അതിന്റെ ഗുണങ്ങള് ദോഷങ്ങള് എല്ലാം ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുക. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മരണമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തുനിന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല, മരിച്ചൊന്നുമില്ല. കണ്ടോ? അപ്പൊ ആ ഫ്രൂട്ടിനെ പറ്റിയുള്ള അറിവ് ഞാൻ ഗൂഗിളിൽ അത് എന്ത് ചെയ്തു, ഗൂഗിളിൽ സ്കാൻ ചെയ്തപ്പോൾ, ആ ക്യാമറ ഉപയോഗിച്ച് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ഗൂഗിൾ എന്നോട് ഒത്തിരി ഡീറ്റെയിൽസ് പറഞ്ഞു, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞു തന്നത് കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അത് ഭക്ഷിച്ചു. ഇതേപോലെ ഒരു വിശ്വാസി, നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളെ അന്വേഷിക്കണം. നിങ്ങൾ ആരാണ്, നിങ്ങളിൽ എന്തൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങൾ എവിടുന്ന് ജനിച്ചോ, ആ ജനിച്ചത് വചനത്താൽ. നിങ്ങൾ ആ വാക്ക് കണ്ടോ? ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. ഇത് തന്നെയാണ് ലൂക്കോസ്ലീഹായുടെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, വെള്ളത്താലും തീ കൊണ്ടും അവൻ നിങ്ങളെ, പരിശുദ്ധാത്മാവ് കൊണ്ട്, നിങ്ങൾ ആ വാക്ക് കണ്ടോ? പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവാണ് നമുക്ക് പലയിടങ്ങളിൽ അഭിഷേകത്തിന്റെ അഗ്നിയായി ഒക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പൊ തീ എന്തുവാ? രണ്ട് ജനം നമുക്ക് സംഭവിക്കും, ആത്മാവ് കൊണ്ടും തീ കൊണ്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്ന വാക്യമല്ലേ, ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ ഉടയ്ക്കുന്ന ചുറ്റിക പോലെയാണ്. അപ്പം രണ്ട് രീതിയിൽ ആത്മാവും വചനവും ചേരുമ്പോൾ ജനനം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും, തീ എന്ന് പറഞ്ഞാൽ യിരെമ്യാ പ്രവാചകൻ 23:29 വാക്യമാണത്. ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ ഉടയ്ക്കുന്ന ചുറ്റും. അപ്പൊ വചനം ദൈവത്തിൽ നിന്ന് നമ്മളെ ജനിപ്പിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട നിങ്ങൾ ഏതാ ബൈബിൾ വായിക്കത്തില്ല. ബൈബിൾ നിങ്ങളുടെ സ്രോതസ്, നിങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കാണിക്കുന്ന നിങ്ങളുടെ ഒരു മാനുവലാണ് ഈ വചനം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് മേടിച്ചു, ഒരു പ്രൊജക്ടർ ഞാൻ വാങ്ങിച്ചു. പ്രൊജക്ടർ വാങ്ങിച്ചപ്പോഴേക്കും അതെങ്ങനെ ഉപയോഗിക്കണം എനിക്ക് അറിയത്തില്ല. എൻ്റെ തന്നെ റിമോട്ട് മാത്രമേ ഉള്ളൂ, ഒത്തിരി സ്വിച്ച് ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ ഇതെങ്ങനെ വർക്ക് ചെയ്യും? ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെയാണ് ആ ബോക്സ് നോക്കിയപ്പോൾ എൻ്റെ ഒരു മാനുവൽ കിടക്കുന്നു. ആ മാനുവൽ തുറന്ന സമയത്ത് ആ മാനുവലിൻ്റെ അകത്ത് എല്ലാം വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. ആമേൻ. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ ആരാന്ന് കണ്ടുപിടിക്കുവാൻ, നിങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം കണ്ടുപിടിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ വചനം ആവശ്യമാണ്. ഈ വചനം ഇന്ന് എങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ കുഞ്ഞാണ്. ഈ കുഞ്ഞിന് എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് നിങ്ങൾ വളർത്തണം. എങ്ങനെയാണ് വളർത്തുന്നത്? ഞാനത് പറഞ്ഞു തരാം. നമ്മൾ പലപ്പോഴും രക്ഷിക്കപ്പെട്ട ആൾക്കാർ, ഇവിടെ നിങ്ങൾ നോക്കിയേ, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട്, നിങ്ങൾ ആ വാക്ക് കണ്ടോ? പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട്, ഈ വാക്ക് മറന്നുപോലെ, വിട്ട് പുറപ്പെട്ട്. നോക്കി, ഈ വാക്ക് കണ്ടോ? വിട്ട് പുറപ്പെടുക.
സകലത്തെയും വിട്ടേച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് നീ പുറപ്പെടുക എന്ന് വചനം പറയുന്നു. അപ്പൊ വിടുക എന്ന് പറഞ്ഞാൽ, വിടുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ പലപ്പോഴും ഓർത്തുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷയിലേക്ക് വന്ന ആൾക്കാർ പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മാർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, ഞാൻ കത്തോലിക്കയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, ഞാൻ ബെന്തക്കോസിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, ഞാൻ CSA നിന്ന് രക്ഷിക്കപ്പെട്ടു, ഞാൻ അവിടുന്ന് രക്ഷിക്കപ്പെട്ടു, ഞാൻ ഹിന്ദു ആയിരുന്നു ഇപ്പൊ രക്ഷിക്കപ്പെട്ടു. ഇതെല്ലാം എപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാവേ, നിങ്ങളിതെപ്പോഴും എപ്പോഴും പറയും തോറും നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ പൊക്കിക്കൊണ്ട് വരും. പണ്ടൊക്കെ എനിക്കും അത് വലിയ താല്പര്യമായിരുന്നു. ഞാൻ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അതിലൊന്നും ഇവിടെ കാര്യമൊന്നുമില്ല. നിങ്ങൾ പാപിയായിരുന്നു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അവിടുന്നാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സഭയിൽ നിന്നല്ല. സഭയ്ക്കൊന്നും ഒരു പ്രത്യേകതയില്ല. കർത്താവിന്റെ വചനത്തിനാണ് പ്രത്യേകത. അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞു, നീ വിടുക, ടു ഡൈ എന്ന് പറഞ്ഞേക്കുന്നത്. നീ മരിച്ചവനെ പോലെ. അതിനർത്ഥം മരിച്ചാൽ പിന്നെ നിനക്ക് പിതാവിനെ കാണാൻ കഴിയത്തില്ല, മാതാവിനെ കാണാൻ കഴിയത്തില്ല, സഹോദരത്തിനെ കാണാൻ കഴിയത്തില്ല. ഇങ്ങനെ വേണം നീ പുറപ്പെടാൻ. കണ്ടോ ആ വാക്കിന്റെ അർത്ഥം? കണ്ടോ? മരിച്ചിട്ടിറങ്ങുക. ഇത് തന്നെയാണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്. സ്നാനപ്പെടുമ്പോൾ നിങ്ങളെന്ന അഡ്രസ് ഉള്ള വ്യക്തി ഇത് മരിക്കുന്നു. ഇത് മരിച്ചതിന് ശേഷം വീണ്ടും ജനിക്കുന്നു. എങ്ങനെ ജനിക്കുന്നു? പരിശുദ്ധാത്മാവിനാലും വചനത്താലും നിങ്ങൾ ജനിക്കുന്നു. ഇങ്ങനെ ജനിച്ച നിങ്ങൾക്ക് ഒരു കുഞ്ഞു കൊച്ചു ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് പോലെ നിങ്ങൾ ജനിച്ചു വീഴുക. ഉടനെ അമ്മ എന്ത് ചെയ്യും? അമ്മ ഒന്നെങ്കിൽ അതിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും, അല്ലേ? ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാല്. ഇനി ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്തവർക്ക് പാല് കൊടുക്കും. എന്തിനാണെന്നറിയാവോ? ഈ കുഞ്ഞിനെ വളർത്തണം. നിങ്ങൾ വളരണമെങ്കിൽ, രക്ഷിക്കപ്പെട്ട വ്യക്തി വളരണമെങ്കിൽ നിങ്ങൾക്ക് വചനം വേണം. വചനം എങ്ങനെയാണ് നിങ്ങളെ വളർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലായോ? അബ്രഹാം വിട്ടു പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഇന്ന് നോക്കിക്കോണേ. ഇനി അബ്രഹാമിനെ വളർത്തുന്നത് ഇതാ: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമാകും. നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഈ അനുഗ്രഹം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കി. അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാം എല്ലാം വിട്ടേച്ചിറങ്ങി. രക്ഷിക്കപ്പെട്ട വ്യക്തിയോട് ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടി പോണേ. ഇപ്പൊ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ യേശുവിലേക്ക് വന്നു, കർത്താവിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് ആദ്യം ബ്രദർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദേശിമാരോ നിങ്ങളുടെ കയ്യിൽ ആദ്യം തരുന്ന എന്നാണെന്നറിയാവോ? ബൈബിൾ തരും. എന്തിനാ ബൈബിൾ തരുന്നറിയാവോ? കുഞ്ഞ് ജനിച്ച ഉടനെ നേഴ്സുമാർ ഓടിക്കൊണ്ടുവന്ന് അമ്മയുടെ കൊടുക്കും. അമ്മ ഉടനെ അതിന് പാല് കൊടുക്കും, അല്ലേ? പാല് കൊടുത്ത് പാല് കുടിക്കുക. ഇതേപോലെ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ അടുത്തിലേക്ക് ദൈവവചനം കൊണ്ട് കൊടുക്കുന്നതിന്റെ കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി എങ്ങനെ ജീവിക്കണമെന്ന് ഇത് കുടിച്ചു വേണം വളരാൻ. അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞ് സകലതും വിട്ടേച്ചിറങ്ങിക്കോ. അബ്രഹാമിനെ ഇറക്കിയ ഉടനെ തമ്പുരാൻ പറയും, നീ ഒരു വലിയ ജാതിയാകും, നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമാകും. കണ്ടോ? അബ്രഹാം നേരം വെളുത്ത് എണീറ്റ് വരുമ്പോഴേക്കും അബ്രഹാമിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ആകുല ചിന്തകൾ കയറിക്കൂടും. കയറിക്കൂടുമ്പോഴേക്കും അബ്രഹാം പിതാവിന്റെ മനസ്സിന്റെ അകത്ത് പിശാശു പറയും, കണ്ടോ, നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ, നീ ആരാ? കൽദേറ പട്ടണമായ ഊരിൽ, തേരഹിന്റെ മകൻ. കണ്ടോ, ആ അപ്പന്റെ പേര് പറഞ്ഞാൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും, ഒരു ദോശയെങ്കിലും കിട്ടും. ഇനി വേണ്ട, അപ്പന്റെ പേര് പറഞ്ഞാൽ അമ്മാച്ചന്മാരുടെ വീട്ടിൽ പോയിട്ട് 500 രൂപ കടം മേടിക്കാം. എന്തെല്ലാം ഓപ്ഷൻ ഉണ്ടല്ലേ? ഇനി സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ടു ഡൈ, നീ മരിച്ചവനെ പോലെ ഇറങ്ങണം. കണ്ടോ? മരിച്ചവനെ പോലെ നീ ഇറങ്ങണം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വായ്പ മേടിക്കാൻ വേണ്ടി പോകാൻ പറ്റത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പന്റെ പേര്, അയ്യോ മരിച്ച വ്യക്തി പറയോ, ഞാനേ ആരാന്നറിയാവോ? ഞാനേ യേശുവിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ വലിയ ആളായിരുന്നു. എൻ്റെ പ്രിയരെ, നിങ്ങൾ മരിച്ചയാളാണ്. മരിച്ചയാൾക്ക് പിന്നെ വോയിസ് ഇല്ല. പഴയ കഥ പറഞ്ഞ് നടക്കരുതേ. ഇതൊന്നോ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇത് ചില ആൾക്കാരുണ്ട്, ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ചിലർ ചോദിക്കും, ബ്രദർ ആരാ, ബ്രദർ എവിടുന്നാ, ബ്രദർ എന്താ, ഏതാ സഭ, ഏതാ കാര്യങ്ങൾ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പം ഞാൻ പറയാം, എന്നാ സൗകര്യം, ഇപ്പം ഞാൻ ആരാ? ഈ പഴയ ചരിത്രം പൊക്കുന്നതായിരുന്നു. നമ്മുടെ പഴയ മനുഷ്യനെ എപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നു, ആ സമയം മുതൽ നിങ്ങളുടെ ജനസിൻ്റെ അകത്ത് മാറ്റം വരുന്നു.
നിങ്ങൾ പഴയ ജനസിനെ പോലെ നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ നോക്കുന്നു. ഈ പഴയ ജനസിന്റെ കുഴപ്പം നിങ്ങൾ പറയത്തില്ല. ചിലർ പറയൂ, ബ്രദറെ എൻ്റെ കുടുംബം ഏതാന്ന് ബ്രദറിന് അറിയാവോ? ഓ, എൻ്റെ കുടുംബ പാരമ്പര്യം എന്നാന്ന് അറിയാവോ? ഞാൻ ഏത് കുടുംബത്തിലാന്ന് അറിയാവോ? ഏതാ? രക്ഷിക്കപ്പെട്ട വ്യക്തിയാ പറഞ്ഞത്. ചത്തയാൾക്ക് എന്നാ കുടുംബം? എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, മരിച്ചു പോയാൽ പിന്നെ എന്നാ കുടുംബം എന്ന് പറ. മരിച്ചു പോയ പിന്നെ എന്നാ കുടുംബം? ഇത് തന്നെയാണ് ഒരു വ്യക്തി രക്ഷയിലേക്ക്. ഞാൻ നിങ്ങളുടെ ആത്മ മനുഷ്യനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി പറയുവാണ്. നമുക്ക് 2 പിതാക്കന്മാരില്ല, നമുക്ക് ഒരു പിതാവ്. അതുകൊണ്ടാണ് സ്വർഗം തുറന്ന് യേശുവിനെ പറ്റി പറഞ്ഞു, ഇതെന്റെ പ്രിയപുത്രൻ. അല്ലാതെ യോസേഫ് പിതാവിന്റെ പുത്രനായ യേശു എന്ന് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞില്ല. ഇത് എന്റെ പുത്രൻ, എന്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ലൂക്കോസിൽ പറയുക. ഇത് പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി നോക്കിക്കേ, ഇവിടെ അബ്രഹാമിനെ പറ്റി പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമാകും. ആമേൻ. അപ്പൊ സകലതും വിട്ടേച്ചു പുറപ്പെട്ട അബ്രഹാം പിതാവിനെ പറ്റി ബൈബിൾ ഇങ്ങനെ പറയുമ്പോൾ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു സ്നാനമേറ്റ് രക്ഷയിലേക്ക് വന്ന വ്യക്തികൾ ബൈബിൾ തുറക്കണേ. ബൈബിൾ തുറന്നിട്ട് രക്ഷിക്കപ്പെട്ട് കുഞ്ഞായിരിക്കുന്ന നിങ്ങൾ ഇത് കുടിച്ചു വളരണം. എങ്ങനെ വളരുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇനി അബ്രഹാം പിതാവിലേക്ക് വരാം. അബ്രഹാം പിതാവിന്റെ മനസ്സിന്റെ അകത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ യേശുവിലേക്ക് വന്നതിന് ശേഷം 2018 സമയത്ത് 17 സമയങ്ങളിൽ കർത്താവ് എന്നോട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാൻ കർത്താവിന്റെ നിയോഗം തന്നു. അങ്ങനെ വീട് വിട്ട് മാറിയ സമയത്ത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ കൈവശം ആകെ എല്ലാം കഴിഞ്ഞിട്ട് 250 രൂപയോളം ഞാനും വൈഫും കൂടെ മാറാനിടയായി തീർന്നു ദൈവനിയോഗത്താൽ. അപ്പം ആകെ 250 രൂപയേ ഉള്ളൂ ജീവിക്കാൻ. അപ്പം അന്നത്തെ രാത്രിയിൽ ഞാൻ ആ വീട്ടിലോട്ട് പ്രവേശിക്കുമ്പോൾ, ഒരു വാടക വീട്ടിലേക്ക് ഞാനന്ന് പ്രവേശിക്കുന്ന സമയത്ത് അന്ന് രാത്രി എൻ്റെ ഉള്ളം ഭയങ്കര ഡിസ്റ്റർബൻസ് എനിക്കുണ്ടായി. അയ്യോ, നാളെ രാവിലെ മുതൽ എന്നാ ചെയ്യും? ആകെയുള്ളത് വചനം മാത്രം കയ്യിൽ. ദൈവം പറഞ്ഞ നിയോഗമുള്ളൂ. അപ്പൊ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര ഫൈറ്റ് ഉണ്ടായി, ഭയങ്കര ഫൈറ്റ്. അയ്യോ, ഈ തീരുമാനം തെറ്റാണോ? രക്ഷപ്പെടുവോ? അവസാനം തകർന്നു പോകും? ഇന്നൊക്കെ പല ചിന്തകൾ എൻ്റെ മേൽ ഭരിക്കാൻ തുടങ്ങി. അന്ന് രാത്രി എൻ്റെ മനസ്സിൻ്റെ അകത്തുനിന്നും എൻ്റെ അകത്ത മനുഷ്യൻ പറഞ്ഞു, യഹോവ ഈരെ, ദൈവം നടത്തും. ആ ഒറ്റ വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് വന്നു. ഞാൻ സുഖമായി ഉറങ്ങി. ഇന്നു വരെയും ഒരു കുറവും തമ്പുരാൻ വരുത്തിയില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വചനത്താൽ ജീവിക്കണം. വിശ്വാസി ജീവിക്കേണ്ടത് വചനത്താലാണ്. ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞു തരാവേ. ഈ വചനം നിങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ കുഞ്ഞാണ്, ജനിക്കുകയാണ്. ഈ ബൈബിളിലെല്ലാം നമ്മുടെ ഈ ലോകത്തിലുള്ള സകല പ്രോസസ്സ് തന്നെയാണ് വിശ്വാസ ജീവിതത്തിലും. ആത്മലോകവും ഭൗതിക ലോകവും സിമിലറാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഇതെല്ലാം. അതേ സെയിം പാറ്റേൺ തന്നെയാണ് ഭൂമി നടക്കുന്നത്. നിങ്ങളുടെ ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിച്ച് വളരുന്നത് പോലെ തന്നെയാണ് ആത്മമനുഷ്യനും. ഒറ്റയടിക്ക് വളരുന്നില്ല, അതിങ്ങനെ ഗ്രാജുവലി വളർന്നുകൊണ്ടിരിക്കുക. ഇതേപോലെ തന്നെ അബ്രഹാം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമാക്കും. അപ്പൊ ആയിട്ടില്ല അബ്രഹാം അനുഗ്രഹമായിട്ടില്ല. അബ്രഹാം വലിയൊരു ജാതി ആയിട്ടില്ല. അബ്രഹാം വലുതായിട്ടില്ല. പക്ഷെ അബ്രഹാമിനോട് തമ്പുരാൻ പറഞ്ഞു, ഇത് മുറുക്ക പിടിച്ചോണേ. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, നമുക്ക് അബ്രഹാമിന്റെ വീട്ടിലോട്ട് പോവാം. അബ്രഹാം പിതാവ് രാവിലെ എണീക്കും. നമ്മുടെ അവിടുത്തെ അബ്രഹാമിന്റെ കൽദേറ പട്ടണമായ ഊരിൽ, ഇന്നത്തെ ഇറാഖാ കേട്ടോ, അവിടെ ആയിരുന്നെങ്കിൽ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് അയൽപക്കത്തിലെ ചേട്ടനോ ചേച്ചിയോ നാട്ടുകാരനോ ആരെങ്കിലും വന്ന് ഗുഡ് മോർണിംഗ് പറയുമായിരുന്നു. ഇപ്പം അങ്ങനെ ഗുഡ് മോർണിംഗ് പറയാൻ ആരുമില്ല. സാറാമച്ചി അല്ലാതെ വേറെ ആരുമില്ല. ഇവരിങ്ങനെ എല്ലാ ദിവസവും ഇരിക്കുക. പരസ്പരം പറയാൻ തുടങ്ങി, ഞാനൊരു അനുഗ്രഹമായി തീരും. കേട്ടോണേ, ഈ അബ്രഹാം പിതാവ് ഈ വചനം പറയുന്ന സമയത്ത് എന്നാ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, ഞാനൊരു അനുഗ്രഹമായി തീരും, ഞാനൊരു അനുഗ്രഹമാണ്, ഞാനൊരു അനുഗ്രഹമാണ്. ഇത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ആത്മ മനുഷ്യൻ വാ തുറന്ന് ഈ വചനത്തെ എന്ത് ചെയ്യാണ്? ഭക്ഷിക്കുകയാണ്. ഇതിങ്ങനെ ഭക്ഷിച്ച് 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 അകത്ത മനുഷ്യൻ നിങ്ങൾ എന്ത് ചെയ്യും? ബ്ലെസ്സിങ്ങുകളിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കും. നോക്കിക്കേ, അകത്ത മനുഷ്യൻ ബ്ലെസ്സിങ്ങുകളിലേക്ക് നിങ്ങളെ വളർത്തിയെടുക്കും. ഞാൻ എപ്പോഴും പറയില്ല, അകത്ത മനുഷ്യൻ പുറമെയുള്ള വ്യക്തിയുമായിട്ട് ഡിഫറൻ്റ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടായ, ഞാൻ കുവൈറ്റിൽ പോയ സമയത്ത്, മിനിസ്ട്രിക്കായിട്ട് കുവൈറ്റിൽ പോയ സമയത്ത് ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദറെ,
നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാ സാക്ഷ്യം അല്ലേ. പുള്ളിയോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഇതിനു മുമ്പ് ബ്രദറിനെ കണ്ടിട്ടുണ്ട്, എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ ബ്രദറിന്റെ വോയിസ് എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം, ഇദ്ദേഹം എന്നെ വട്ടം പിടിച്ചിരിക്കുക. അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ ആദ്യമായിട്ടാണ് കുവൈറ്റിലോട്ട് വരുന്നത്, ഈ മനുഷ്യനെ ഞാൻ ആദ്യമായിട്ട് അവിടെ കാണും, അദ്ദേഹം എന്തോ ജോലി അവിടെ ഉണ്ട്, ചെറുപ്പക്കാരനായ മനുഷ്യനാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളത്? എന്നെ മുമ്പേ കണ്ടിട്ടുണ്ട്, ബ്രദറിന്റെ ഒച്ച കേട്ടിട്ടുണ്ട്, ഇത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്ക് ഒന്നും കിട്ടാനില്ല. അപ്പം ഞാൻ ചിന്തിച്ച് എന്തായിരിക്കും ഇങ്ങനെ പറയുന്നത്. അങ്ങനെ പല ആൾക്കാരും പറയാൻ തുടങ്ങി, ബ്രദറിനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനെ മീൻസ് സ്വപ്നത്തിലൂടെയോ ഈ വോയിസ് എനിക്ക് നല്ല പരിചയമുണ്ട്. പല ആളുകളും അങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത, എല്ലാവരും ഒരുമിച്ച് കള്ളം പറയുന്നതാണോ, അതോ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ട്, എനിക്ക് മനസ്സിലായി. നമ്മുടെ ആത്മ മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ആത്മ മനുഷ്യൻ നിസ്സാരക്കാരനല്ല. നമ്മൾ ചിട്ടിയുടെ പുറകെയും വട്ടിയുടെ പുറകെയും എങ്ങനെ കാർ ലോൺ അടയ്ക്കും, വീട് ലോൺ അടയ്ക്കും, എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ബുദ്ധി ഇങ്ങനെ ഒന്ന് കറങ്ങുമ്പോൾ നമ്മുടെ അകത്ത മനുഷ്യൻ ദൈവവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ്. ഈ വ്യക്തിക്ക് ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതിനെ നന്നായിട്ട് ഫുഡ് കൊടുത്ത് അകത്ത മനുഷ്യനെ വളർത്തിയാൽ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകല ഭൗതിക വിഷയങ്ങളും നിങ്ങൾ സാക്ഷ്യം പറയും, അയ്യോ ബ്രദറെ എൻ്റെ ജീവിതത്തിൽ വലിയ വിഷയമാണ്. ഇപ്പൊ അതെല്ലാം മാറി ബ്രദറെ. എന്നെ കാരണം എന്നറിയാവോ? ഈ അകത്ത മനുഷ്യൻ, അബ്രഹാമിനെ പറ്റി നമുക്ക് പഠിച്ചു നോക്കാം. അബ്രഹാമിന്റെ തമ്പുരാൻ പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിടുക, ടു ഡൈ, നീ മരിച്ചവനെ പോലെ ഇറങ്ങുക, ഞാൻ നിന്നെ ഒരനുഗ്രഹമാക്കും. അപ്പൊ അനുഗ്രഹമാക്കിയിട്ടില്ല, ആക്കും. അബ്രഹാമിന്റെ പേഴ്സ് നിങ്ങൾ പിടിച്ച് ബലം പ്രയോഗിച്ച് നമ്മൾ തട്ടിപ്പറിച്ച് നോക്കി, കച്ചായ എത്ര ഉണ്ടെന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ അക്കൗണ്ട് 0 ആയിരിക്കാം. അബ്രഹാമിന്റെ പശുവിനെ കറ ചിലപ്പോൾ 1 ലിറ്റർ പാലും കിട്ടത്തില്ലായിരിക്കാം. വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സാറാമ്മജി കുഞ്ഞില്ലായിരിക്കാം. മുഴുവൻ പ്രശ്നങ്ങളാ. അപ്പൊ ചോദിക്കുക, അബ്രഹാമേ തമ്പുരാന്റെ വാക്ക് കേട്ട് നീ ഇറങ്ങിയിട്ട് നിനക്ക് ഒന്നുമില്ലല്ലോ. അബ്രഹാം പറയും, ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിത്തീരും. കണ്ടോ? ബൈബിളിൽ പറഞ്ഞു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അപ്പൊ എന്താ അബ്രഹാം വിശ്വസിച്ചത്? ഞാനൊരു അനുഗ്രഹമാകും. എങ്ങനെ വിശ്വസിച്ചു? താൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടു പുറത്തേക്ക് ഇറങ്ങും, ഞാനൊരു അനുഗ്രഹമായി മാറും. കണ്ടോ? അപ്പൊ ഇനി അബ്രഹാം നടക്കുന്നത് മുഴുവനും, അബ്രഹാമിന്റെ രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം ഇപ്പോൾ ഈ വചനവ. യഹോവ പറഞ്ഞു ഒരു അനുഗ്രഹമാവും. കൂടെയുള്ള ചാർച്ചക്കാർ അല്ലെങ്കിൽ കൂടെയുള്ള ബാല്യക്കാരോ ഭാര്യയൊക്കെ ചോദിച്ചു കാണാം, ചായ തിരിച്ചു പോയാലോ? അബ്രഹാം പറയും, പോകാൻ പറ്റത്തില്ല. കാര്യം എന്നറിയാവോ? ദൈവം നമ്മളെ അനുഗ്രഹമാക്കും. അപ്പൊ നിങ്ങൾ വചനം പറയും തോറും നിങ്ങളുടെ അകത്ത മനുഷ്യൻ വളരുകയാണ്. ബ്രദറെ, ഞാൻ ഈ അകത്ത മനുഷ്യനെ വളർത്തിയാൽ എന്നാ ഗുണം എന്നറിയാവോ? അകത്ത മനുഷ്യനെ വളർത്തിയാൽ ഇന്നലെ ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു, എങ്ങനെ അകത്ത മനുഷ്യനെ വളർത്തുന്നത്? എങ്ങനെ വളർത്തുന്നത്? എഫേസിലെ അകത്ത് ഏത് വാക്കിയത്? വചനം വായിക്കണം. അല്ല. എങ്ങനെ വളർത്തുന്നു? ശ്രദ്ധിച്ച്, ഇങ്ങനെയാണ് നമ്മൾ ഇന്നലെ കേട്ട വചനം. ഇതാണ് എഫേസ്യ ലേഖനം 3:16. തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പം പരിശുദ്ധ ആത്മാവിനാൽ അകത്ത മനുഷ്യൻ, പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ വചനം പറയുന്ന സമയത്ത് ഈ വചനത്തെ നമുക്ക് നൽകിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാലാണ് നിങ്ങൾ ഈ വചനം കൊടുക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് തന്ന വചനത്തെ നിങ്ങൾ നിങ്ങളുടെ അകത്ത മനുഷ്യന് കൊടുക്കുമ്പോൾ ഈ അകത്ത മനുഷ്യൻ ആത്മാവിനാൽ ബലപ്പെട്ടു വരുന്നു. അങ്ങനെ ബലപ്പെട്ടു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾ ഏതെങ്കിലും രോഗിയായിട്ട് ഇരിക്കുവാന്ന് വിചാരിച്ചു, ഈ മനുഷ്യൻ വളർന്നു കഴിയുമ്പോൾ, ഞാൻ ഇന്നാൾ ആ വാക്ക് പറഞ്ഞായിരുന്നല്ലേ, ഇപ്പം 100 കിലോ ഭാരമുള്ള ഒരു വ്യക്തിക്ക് നഴ്സറി സ്കൂളിലെ കസേര കയറി ഇരിക്കാൻ പറ്റുമോ? 100 കിലോ ഭാരമുള്ള ഒരാൾക്ക് എന്നാ സംഭവിക്കും? എന്താ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഒടിഞ്ഞു പോകും അല്ലേ? അതോടി വെയിറ്റ് കൂടുതല. പക്ഷെ ആ നഴ്സറി വരുന്ന 5-10 കിലോ ഉള്ള കൊച്ചിന് ഈസി ആയിട്ട് അതേ കയറി ഇരിക്കാൻ പറ്റും. പക്ഷെ 100 കിലോ ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അവിടെ കയറി ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ആത്മ മനുഷ്യന് വെയിറ്റ് കൂടുമ്പോൾ
നിങ്ങളെ പിടിച്ചിരിക്കുന്ന രോഗത്തിന് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, അതിന്റെ നടു ഒടിയും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ വിഷയത്തിന്റെ നടു ഒടിയും എന്ന് പറ. എന്റെ വിഷയത്തിന് നടുവ് എന്റെ വിഷയത്തിന്റെ നടുവൊടിയും. യേശുവേ. ആത്മ മനുഷ്യന് വെയിറ്റ് കൂടുന്തോറും നിങ്ങളെ ശരീരത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ മുഴുവൻ വിഷയങ്ങളും ഒടിഞ്ഞു പോകും. പക്ഷെ ആത്മ മനുഷ്യന് ഇപ്പൊ വെയിറ്റ് ഇല്ല. പുറമേയുള്ള മനുഷ്യൻ ഇപ്പൊ ശക്തിപ്പെട്ട് നിൽക്കുക, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കാരണം. ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ബ്രദറെ, ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിൽ, ആത്മാവിൽ ആഹാരം കഴിക്കുക. നിങ്ങൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ കുറച്ച് ദിവസത്തേക്ക് ഇനി എന്ത് ചെയ്യണം? ഞാനൊരു അനുഗ്രഹം, അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ വചനം എല്ലാ ദിവസവും ഒന്ന് പറയണം. എങ്ങനെയാണെന്നറിയാവോ? നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെ പറയണം: ഈ വചനം ഞാനിപ്പോ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു അനുഗ്രഹമാകും, ഞാനൊരു അനുഗ്രഹമാകും. ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെയാണോ അനുഗ്രഹത്തിന്റെ വചനങ്ങൾ, ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. മുടങ്ങാതെ പറയണേ. ഇനി ഞാൻ ഇന്നാളൊരു എളുപ്പവഴി പറഞ്ഞു തന്നായിരുന്നു. രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത്, കഴിക്കുന്നതിന് മുമ്പോ ഇത് ധൃതി വിശന്നാ വരുന്നെങ്കിൽ വേണ്ട, കഴിച്ചതിന് ശേഷം എത്ര നേരം നിങ്ങൾ ആഹാരം കഴിക്കാൻ എടുത്തോ അത്രയും സമയം നിങ്ങൾ ഇന്നു മുതൽ വചനം പറയുക. ഉച്ചയ്ക്കും അതുപോലെ തന്നെ. എത്ര നേരം നിങ്ങൾ ഊണ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ സമയമെടുത്തോ അത്രയും സമയം വചനം പറയുക. രാത്രി ഇനി വൈകുന്നേരം കാപ്പി കുടിക്കാൻ എത്ര സമയമെടുത്തോ അത്രയും സമയം വചനം പറയുക. വൈകിട്ട് നിങ്ങൾ അത്താഴം കഴിക്കുമ്പോൾ എത്ര സമയമെടുത്തോ അത്രയും സമയം വചനം പറയുക. എന്തിനാണെന്നറിയാവോ? നിങ്ങൾ ആത്മ മനുഷ്യനെ ഫീഡ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾ വചനം കൊടുക്കുന്നു അത്രത്തോളം ആത്മ മനുഷ്യൻ ബലപ്പെടും. ആത്മ മനുഷ്യൻ ബലപ്പെടുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യും? കണ്ണു തുറക്കും, സെൻസേഷൻ വർദ്ധിക്കും, സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ടാകും. സ്പിരിച്വൽ സെൻസേഷൻ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആത്മ മനുഷ്യനെ ഒതുക്കാൻ കഴിയത്തില്ല. ഇപ്പൊ സംഭവിക്കുന്നതെന്നറിയാവോ? നിങ്ങളുടെ ആത്മ മനുഷ്യനെ ഒതുക്കിക്കൊണ്ടിരിക്കുക ശരീരം. ഓരോ പ്രശ്നം വരുമ്പോൾ, നമ്മൾ കരയുമ്പോൾ, നമ്മൾ ഡൗൺ ആകുമ്പോൾ ആത്മ മനുഷ്യനെ ഒതുക്കിക്കൊണ്ടിരിക്കുക. ആത്മ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ബൈബിൾ പറയുകയാണ്, കർത്താവായ യേശു സ്നാനപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന്, അതുവരെ യേശുവിന് അറിയപ്പെട്ടത് യോസേഫിന്റെ മകനെന്ന. പിന്നെ മനസ്സിലായി ഇത് യോസേഫിന്റെ മകനല്ല, ഇത് യേശു സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ. അപ്പൊ ആക്സസ് വ്യത്യാസം വന്നു, അഡ്രസ്സിന് വ്യത്യാസം വന്നു, അന്യഗ്രഹത്തിന്. ഇന്നലെ വരെ യോസേഫ് പിതാവിന്റെ റേഷൻ കാർഡിൽ പേരുണ്ടായിരുന്ന 5 കിലോ അരിക്ക് ഉടമയായിരുന്ന യേശു അല്ല. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, മനസ്സിലാകണം. നമ്മുടെ ഒരു നാട്ടുഭാഷയോട് പറയുക. അതുവരെ യോസേഫ് പിതാവിന്റെ ആനുകൂല്യത്തിനെല്ലാം അവകാശിയായിരുന്ന യേശു, യാക്കോബിന്റെ യോഹന്നാന്റെ സഹോദരനായ യേശു എന്ന് ബൈബിൾ പറയുന്നു. ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി, അല്ല ഇത് ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ സോഴ്സ് വ്യത്യാസം വന്നു. ഇനി യേശുവിനെ നടത്തുന്നത് സ്വർഗത്തിലെ ധനത്തിൽ നിന്നാണ്. കണ്ടോ? യോസേഫ് പിതാവിന്റെ മകനാണെങ്കിൽ ഒന്നാന്തരം കട്ടില് പണിയുന്ന, അവിടെ വചനം പറയുന്നത് മരപ്പണിക്കാരനായ യോസേഫ് പിതാവിന്റെ മകനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ യേശുവിനെ കൊണ്ട് ആ കാലഘട്ടത്തിൽ ആൾക്കാർ പറയോ, യേശു പണിതാൽ നല്ല ഒന്നാന്തരം കട്ടില് പണിയും. കാര്യം എന്നറിയോ? ആരാന്നറിയോ? യേശുവിന്റെ പിതാവ് യോസേഫാണ്. അയ്യോ, യേശുവിന്റെ പിതാവ് ആരാന്നറിയാവോ? യോസേഫാണ്. നല്ല ഒന്നാന്തരം മേശ പണിയുന്നയാളാണ്. പക്ഷെ ഇന്നു മുതൽ സ്വർഗത്തിന് ശബ്ദമുണ്ട്. അല്ല സഹോദരങ്ങളെ, ഇത് സ്വർഗത്തിൽ എന്ന് പറയുന്നു, ഇതെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അയ്യോ, അപ്പൊ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ. നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളെപ്പറ്റി ഇതാ പറയുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം നടക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ ലോകത്തിലെ പിതാവിന്റെ അഡ്രസ്സില്ല. ഇനി ഞാൻ പറഞ്ഞു തരാം. ഈ പാരമ്പര്യ രോഗങ്ങളുണ്ട്, പാരമ്പര്യ രോഗമുണ്ട്, പാരമ്പര്യ ശാപങ്ങളുണ്ട്, പാരമ്പര്യ ബന്ധനങ്ങളുണ്ട്, പാരമ്പര്യ കുഴപ്പങ്ങളുണ്ട്. ഒത്തിരി പ്രശ്നം ഈ പാരമ്പര്യത്തിന്റെ അകത്തുണ്ട്. അച്ഛന് ഒരു അസുഖം ഉണ്ടായിരുന്നു, അത് മോന് വന്നു. പിതാക്കന്മാർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, അത് ചിലർ ഭയങ്കര തിരിയോ, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, എനിക്കും അത് വരുമോ എന്നുള്ള പേടി. എല്ലാവർക്കും ഉണ്ടല്ലേ? ശ്രദ്ധിച്ചു നോക്കിക്കോണേ. ഇരുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, വീണ്ടും ജനിച്ചാൽ മതി. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പിതൃത്വം മാറുന്നു. യേശു സ്നാനപ്പെട്ടപ്പോൾ ബൈബിൾ പറയുന്നു, അതുവരെ യോസേഫിന്റെ പുത്രൻ എന്നറിയപ്പെട്ടത് ഇപ്പോഴോ സ്വർഗത്തിൽ. അപ്പം ദൈവത്തിന് ക്യാൻസർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല. ദൈവത്തിന്റെ ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പുത്രനിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് സ്നാനത്തിന്റെ മുൻകുറിയാണ് ഉൽപ്പത്തി പുസ്തകം. അബ്രഹാം വലിയൊരു അനുഗ്രഹമായപ്പോഴേക്കും നാട്ടുകാർ പറയൂ, അബ്രഹാം ആരാ? നമ്മുടെ തേരഹിന്റെ മകനല്ലേ? കണ്ടോ? ആ തേരഹിന്റെ സ്വത്തിന്റെ പകുതി കിട്ടിയിട്ട് അബ്രഹാം ബിസിനസ് ചെയ്തത്. ഇപ്പൊ ബിസിനസ് അങ്ങോട്ട് അത് പറയത്തില്ല. കാര്യം അബ്രഹാം സകലതും വിട്ടേച്ചിറങ്ങി വന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ഇനി എങ്ങനെ ആക്റ്റീവ് ആക്കാം എന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്,
രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മാർത്തോമയോ കത്തോലിക്കനോ പെന്തക്കോസോ ഓർത്തഡോക്സോ CSO എന്തും ആയിക്കോട്ടെ, ഇത് പറഞ്ഞ് നടക്കരുത്. ഞാൻ എവിടെ നിന്നാണെന്ന് അറിയാവോ, ഞാൻ കത്തോലിക്ക അല്ലെങ്കിൽ CSA അല്ലെങ്കിൽ പെന്തക്കോസിന് രക്ഷിക്കപ്പെട്ട് വന്നയാണ്, ഞാൻ ആരാന്നറിയാവോ? എൻ്റെ പ്രിയരെ, ഇപ്പോഴും നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ല. കാര്യം അങ്ങോട്ട് പോയാൽ പിന്നെ അവിടെ ജാതിയുണ്ട്, മതമുണ്ട്, കൾച്ചറുണ്ട്, ഒത്തിരിയുണ്ട്. ഇപ്പോഴും പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തിയോടൊപ്പം ഉരിഞ്ഞ് കളഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ മേൽ പിശാചിന് ആക്സസ് ഉണ്ട്. ദുരാത്മാക്കൾക്ക് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാനുള്ള ആക്സസ് എന്നറിയോ? നിങ്ങളുടെ പഴയ മനുഷ്യനാ. ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ, നോക്കിക്കേ, നിങ്ങളുടെ ചതിമോഹത്താൽ വഷളായിപ്പോയ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തുവേശുവിൽ പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് ബൈബിളിൽ വാക്യമുണ്ട്. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാനത് എടുത്തുകൊണ്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ആ വചനം റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിക്ക് റീത്താ സഹോദരി ആ വചനം മൊത്തം കാണിക്കുന്നുണ്ട് താഴെ. ആമേൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തി എന്തുകൊണ്ടാണ് പാരമ്പര്യ രോഗം വരുന്നറിയാവോ? നിങ്ങളിപ്പോഴും പഴയ മനുഷ്യനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. പഴയ മനുഷ്യനെ വിട്ടില്ല എങ്കിൽ പിതാക്കന്മാർക്കുണ്ടായ രോഗം നിങ്ങൾക്കും വരും. പാരമ്പര്യ രോഗങ്ങൾ നിങ്ങളിലേക്കും പ്രവേശിക്കും. പാരമ്പര്യ ശാപങ്ങളിലേക്ക് പ്രവേശിക്കും. പാരമ്പര്യമായിട്ട് എന്തൊക്കെ തകർച്ചയുണ്ടോ അതെല്ലാം നിങ്ങളിലേക്കും പകരപ്പെടും. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ പുതിയ വ്യക്തിയായി മാറിയിരിക്കുന്നു. പിതാവിന്റെ ഒരു പാരമ്പര്യ രോഗവും നിങ്ങളുടെ മേൽ വരത്തില്ല രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ നല്ലപോലെ ആഹാരം കഴിക്കണം. ഞാൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആണ്. ഞാൻ ജനിച്ചു, ഇനി ഞാൻ വളരുന്നത് ദൈവത്തിന്റെ കുടുംബക്കാരനായിട്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിങ്ങൾ അന്യനല്ല, പരദേശിയല്ല, ദൈവത്തിന്റെ ഭവനക്കാരൻ അത്രേ. കണ്ടോ? എന്താണ് ഈ ദൈവത്തിന്റെ ഭവനക്കാരൻ? ദൈവത്തിന്റെ ഭവനക്കാരൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വീട്ടിലുള്ളവരാ. അങ്ങനെ ഒരാൾക്ക് എങ്ങനെ വീട്ടിൽ കയറാൻ പറ്റുന്നത്? ദൈവത്തിന്റെ വീട്ടിൽ കയറണമെങ്കിൽ ഒന്നെങ്കിൽ അവിടുത്തെ പുത്രനായിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ വേലക്കാരനായിരിക്കണം. നിങ്ങൾ വേലക്കാരനല്ല, പുത്രനാ. കണ്ടോ? അപ്പൊ ദൈവത്തിൽ ക്യാൻസർ ഉണ്ടോ? ഒന്ന് പറ. യഹോവയായ ദൈവത്തിൽ ക്യാൻസർ ഉണ്ടോ നിങ്ങൾക്ക്? ഒന്ന് പറ. ദൈവത്തിന് ക്യാൻസർ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി ഈ വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ. മൂന്നാമത്തെ പാട്ടിലേക്ക് നമ്മൾ പോവാ. കെടുന്ന ബീജത്താൽ, നോക്കിക്കേ, മനുഷ്യന്റെ ബീജത്തെ പറ്റി പറഞ്ഞത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ അത്രേ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കണ്ടോ? ജനിപ്പിച്ചതല്ല, ജനിച്ചിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഒരു മാവ്, രണ്ട് മാവ് ചേരുമ്പോഴല്ല മാങ്ങ ഉണ്ടാകുന്നത് അതിന്റെ വിത്ത് കുഴിച്ചിട്ട് ആ വിത്തിന്റെ അകത്തുനിന്ന് ഉണ്ടായി വരിക. ഇതുപോലെയാണ് ദൈവവചനത്താൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നു. ഇങ്ങനെ ജനിച്ച നിങ്ങൾ അന്വേഷിക്കേണ്ടത്, ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ ഉടനെ പറയണം, ദൈവത്തിലില്ലെങ്കിൽ എൻ്റെ അകത്തും വേണ്ട. കണ്ടോ? അയ്യോ ബ്രദറെ, ഇന്നാൾ ആരോണ്ട് പറഞ്ഞു ബ്രദറെ, അപ്പന് ഒരു രോഗം ഉണ്ടായിരുന്നു, അതെനിക്ക് വന്നു ബ്രദറെ. ഉടനെ പറഞ്ഞു, ഞാൻ അപ്പന്റെ പാരമ്പര്യമല്ല, ഞാൻ ദൈവ വചനത്താൽ ജനിച്ചു, ദൈവത്തിന്റെ പാരമ്പര്യത്തിലാ. പക്ഷെ ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട്, ബ്രദറെ ഞാൻ ആരാന്നറിയാവോ, ഞാൻ കത്തോലിക്കന്ന് യേശുവിലേക്ക് വന്നയാൾ, അങ്ങനെ പറയാൻ വേണ്ടി പോവാണെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് പഴയ രോഗം വന്നിരിക്കും. കാര്യം എന്നറിയാവോ, നിങ്ങൾ ഇപ്പോഴും യേശുവിന്റെ പാരമ്പര്യത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഒരു സഭയും വിമർശിക്കുവല്ല, ശ്രദ്ധിച്ചോണേ. നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട പദങ്ങളുണ്ട്. ആമേൻ. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ വീണ്ടും ജനിച്ചിരിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ പാരമ്പര്യത്തിന്റെ അകത്താണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കണ്ടോ? എന്തൊരു വാക്കല്ലേ! ദൈവത്തിന്റെ പാരമ്പര്യം, ദൈവത്തിന്റെ ഭവനം, ദൈവത്തിന്റെ കൂട്ടവകാശി, ഇതൊക്കെ ബൈബിൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുക. ഈ കടഭാരത്തിലൂടെ കടന്നു പൊക്കോണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറ. ഞാൻ പറഞ്ഞുതരാം. ഈ കടഭാരം, 2 തരം കടഭാരമുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ കടം കയറി വരുന്ന വിഷയമുണ്ട്. 2, കടഭാരം കൊണ്ടുവരുന്ന ദുരാത്മാക്കളുണ്ട്. കൊടുക്കൽ വാങ്ങൽ നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയമുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ പറയണം, ദൈവത്തിലുള്ളതെല്ലാം എൻ്റെ വീട്ടിൽ വരും. നിങ്ങൾ ഫീഡ് ചെയ്യണം. ഈ ആത്മ മനുഷ്യന് വളർച്ച വരുമ്പോഴാണ് ഭൗതിക മേഖലയിൽ പ്രത്യക്ഷമായ അടയാളം കാണുന്നത്.
ഹല്ലേലൂയ. ഞാനത് വരും ദിവസങ്ങളിൽ ഇതിപ്പോ എനിക്ക് തോന്നുന്നത് 2-ാമത്തെയോ 3-ാമത്തെയോ നമ്മുടെ ആത്മമനുഷ്യന്റെ ക്ലാസ് ആണ്. എനിക്ക് തോന്നുന്നു നീണ്ടു പോകുന്നൊരു ക്ലാസ് ആണ്. നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചില ടേംസുകൾ ഉപയോഗിക്കരുത്. രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ രക്ഷാ പദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത ചില വാക്കുകളുണ്ട്. അതൊക്കെ നമ്മുടെ പഴയ മനുഷ്യനെ ബൂസ്റ്റ് ചെയ്യും. പഴയ അപ്പൊ ചിലർ പറയും, ബ്രദറെ, അപ്പൊ ഞങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ സാക്ഷ്യം പറയേണ്ടത് എന്നാണെന്നറിയാവോ? നിങ്ങൾ ഒരു വ്യക്തിയോട് സാക്ഷ്യം പറയുമ്പോൾ പഴയ മനുഷ്യനെ പറ്റി അല്ല. എന്നോട് പണ്ടൊരു ദേവസ്വം പറഞ്ഞതാ, ഈ പഴയ മനുഷ്യനെ പറ്റി പറഞ്ഞു നടക്കുന്നവൻ ഇപ്പോഴും ഉരിയാത്തവനാ. ഞാൻ പണ്ട് ആരായിരുന്നറിയാവോ? ഞാൻ പാപിയായിരുന്നു. അതല്ല ഇവിടുത്തെ വിഷയം. ഇപ്പോൾ ക്രിസ്തുവിൽ ആരാണെന്നുള്ള ബോധ്യമില്ലാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഈ കുഞ്ഞ് ജനിച്ചു, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞ് ജനിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞായി ജനിച്ചു, വളർന്നു, ഇപ്പൊ നിങ്ങൾക്ക് നല്ല പ്രായമുണ്ടല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? സാധാരണ പോലെ ആത്മീയമായിട്ട് പറയണ്ട, ചുമ്മാ പറ, എവിടെയായിരുന്നു നിങ്ങൾ മുമ്പ്? എവിടെയായിരുന്നു? അറിയത്തില്ല. കണ്ടോ, ഇതാണ് ഉത്തരം. അറിയത്തില്ല. എനിക്കിപ്പം 10-60 വയസ്സായി കഴിയുമ്പോഴേക്ക് ഒരാൾ ചോദിക്കും, അതെ, ഈ 60 വർഷം മുമ്പ് താങ്കൾ എവിടെയായിരുന്നു? ഞാൻ പറയും, അതെനിക്ക് അറിയത്തില്ല. 60 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, 60 വർഷം മുമ്പ് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടവൻ, വീണ്ടും ജനിച്ചവൻ. അതുകൊണ്ടാണ് നമ്മുടെ ബ്രദറെ, എനിക്ക് അറിയത്തില്ല, പണ്ടൊരു സഹോദരി രക്ഷിക്കപ്പെട്ട പറയാം, പണ്ട് ദൈവാത്മാവ് എന്നോട് വെളിപ്പെടുത്തി, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തെറ്റ് ചെയ്തു. അത് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി. അത് കുഞ്ഞുനാളിൽ എന്തോ പെൻസിൽ കട്ട കാര്യമോ എന്താ പറയുന്നത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്താ പെൻസിൽ കട്ടെടുത്തതോ, അത് എനിക്ക് പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പോയി. ഞാൻ പറഞ്ഞു, ഒരിക്കലും പരിശുദ്ധാത്മാവല്ല. സഹോദരി 28ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പുതിയ സൃഷ്ടിയായി. 28ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട ആൾക്ക് 8ാമത്തെ വയസ്സിൽ പെൻസിൽ കട്ട കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാ. എന്നറിയാവോ? നിങ്ങളെ പഴയ മനുഷ്യരിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. ഉടനെ പറയണേ, ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ മനുഷ്യനായി മാറിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യണം. വചനങ്ങളെല്ലാം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നത്, ഇന്നത്തെ നമ്മുടെ ക്ലാസ് സമയം പറഞ്ഞല്ലോ, ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കുകയാണെ. ബ്ലെസ്സിങ്ങിലേക്ക് വരുവാൻ, അനുഗ്രഹിക്കപ്പെടണം നമ്മൾ. നിങ്ങളെ കാണുന്നവര് പറയണം, ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അല്ലാതെ നിങ്ങൾ വെറുതെ നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അബ്രഹാമൊക്കെ ഒരു പട്ടണത്തിൽ ചെന്നപ്പോഴേക്കും നാട്ടുകാർക്ക് അറിയാൻ പറ്റി, ഇത് ദൈവം അനുഗ്രഹിച്ച ആൾ, അല്ലാതെ ഒന്നും നടക്കത്തില്ല. ഒന്നെങ്കിൽ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കണം. ഇതിലെന്തേലും ഒന്ന് സംഭവിക്കണം. ലോട്ടറി എന്തായാലും അടിച്ചിട്ടില്ല, പക്ഷെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. നോക്കിക്കേ, ഇനി പറഞ്ഞു തരാവേ. നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അനുഗ്രഹത്തിൽ വളരാൻ കഴിയാത്തത്? നിങ്ങൾ നല്ലപോലെ ആഹാരം കഴിക്കുന്നില്ല. മനുഷ്യന് ഭയങ്കര വിശപ്പ. യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എൻ്റെലേക്ക് വാ, ജീവജലത്തിന് നദി ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത്രയും വലിയ ഒഴുക്ക് കുടിക്കുവാൻ വലിയ വയറ് വേണം, അല്ലേ? വചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ നിങ്ങൾക്ക് ഒരു ചെമ്പ് ബിരിയാണി ഒരിക്കലും തിന്നാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ചെമ്പ് ബിരിയാണി കല്യാണ സ്ഥലത്തുണ്ടല്ലേ, അത്രയും വലിയൊരു ബിരിയാണി ഉണ്ട്. നമുക്ക് ലഭിക്കുന്നത് 2-3 പ്ലേറ്റ്, മാക്സിമം. ചില ആൾക്കാർ കഴിക്കുന്നവരുണ്ടെങ്കിൽ 5 പ്ലേറ്റ് കൂട്ടിക്കൂ. അതിൽ കൂടുതൽ ഒരു ചെമ്പ് ബിരിയാണിക്കകത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ല, വയറ് നമ്മുടെ ഫുള്ളായിത്തീരും. യേശു പറയുക, ദാഹിക്കുന്ന ഏവരും ഇങ്ങോട്ട് വാ, ഒരു ഗ്ലാസ് വെള്ളവും നല്ല പറഞ്ഞത്, ജീവജലത്തിന്റെ നദിയുണ്ട്. അയ്യോ, ഇത് കുടിക്കണമെങ്കിൽ വലിയ പെരുവയറ് നമുക്ക് വേണം. ഇത്രയും വലിയ വയറുള്ള ഒരാളാണ് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ. ബ്രദറെ, ഞാൻ രാവിലെ 2 പ്രാവശ്യം വചനം പറഞ്ഞു, ബ്രദറെ, അയ്യോ ഭയങ്കര വിശപ്പുള്ള ആളാ. ഇങ്ങേര് വളർന്നാലേ ഉള്ളൂ ആ കുടുംബത്തിലെ വിഷയം അങ്ങോട്ട് മാറത്തുള്ളൂ. പ്രിയരെ, നിങ്ങളിപ്പോ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയമില്ലേ, അകത്ത മനുഷ്യന് ശക്തിപ്പെട്ടാൽ ഈ വ്യക്തി ദൈവത്തിൽ നിന്ന് നന്മയെ മൊത്തം വലിച്ചെടുക്കും. പക്ഷെ ഭയങ്കര വിശപ്പ്, നിങ്ങൾക്ക് ഭയങ്കര വയറാ. ഇതാണ് പൗലോസ്ലീഹ എഫേസ്യ ലേഖനത്തിലേക്ക് പറഞ്ഞ വാക്ക്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. എഫേസ്യ ലേഖനത്തിലെ വാക്ക് നിങ്ങൾ നോക്കിക്കേ. ആത്മാവിനാൽ നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുത്തണം. ഈ പുള്ളിക്ക് ഭയങ്കര വിശപ്പ. 1-2 വചനം കിട്ടിയാലും നടക്കത്തൊന്നുമില്ല പ്രിയരെ.
വചനം കൊടുത്ത് നിങ്ങൾ ആ വ്യക്തിയെ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കിക്കേ. ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ ഒന്ന് വചനം ഒരു കുറച്ച് ദിവസം നിർത്താതെ, രാവിലെ ഉച്ചയ്ക്കും 5 നേരം കഴിക്കുന്നവരുണ്ട്, 3 നേരം കഴിക്കുന്നവരുണ്ട്, 4 നേരം കഴിക്കുന്നവരുണ്ട്. ഈ സമയത്തെല്ലാം വചനം പറഞ്ഞു നോക്കിക്കേ. കഴിക്കുന്ന സമയത്ത് ഒന്ന് നോക്കിക്കേ നിങ്ങളുടെ വചനം. വയറങ്ങോട്ട് നിറയും തോറും ആത്മ മനുഷ്യൻ സഞ്ചരിക്കുവാൻ തുടങ്ങും. ഈ പുള്ളീനെ ഭയങ്കര പേടിയാ പിശാചിന്. നിങ്ങളുടെ ആത്മ മനുഷ്യന്റെ വളർച്ചയെ പിശാചിന് പേടിയാണ്, ഭയങ്കര പേടി. കാര്യം ഈ പുള്ളിക്ക് ദൈവവുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാ. ദൈവത്തിന്റെ ഭവനക്കാരനകത്തിരിക്കുന്നത്, ദൈവത്തിന്റെ കൂട്ടവകാശി അകത്തിരിക്കും. പക്ഷെ ഇപ്പോഴും ശിശുവായിരിക്കും. എന്നാ പ്രയോജനം? ഇപ്പോഴും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഈ പുള്ളിയെ കൊണ്ട് ഗുണമൊന്നുമില്ല. പക്ഷെ ആത്മ മനുഷ്യനെ ഫീഡ് ചെയ്യുക, ആത്മ മനുഷ്യന് വചനം പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഞാൻ എൻ്റെ ആത്മ മനുഷ്യന് ആഹാരം കൊടുക്കുക. ഇങ്ങനെ വേണം ബൈബിൾ വായിക്കാൻ. അല്ലാതെ ബൈബിൾ വായിക്കുന്നത് ഉറക്കം വരത്തില്ല ബ്രദറെ, ഞാൻ കൊണ്ട് 2 നേരം ബൈബിൾ വായിക്കട്ടെ, ബൈബിൾ വായിച്ചപ്പോഴേക്കും ഉറക്കം വന്നു. ഇതിനല്ല. ആഹാരം കഴിക്കുന്നത് പോലെ വചനം വായിക്കണേ. അകത്ത മനുഷ്യനെ പുഷ്ടിയുള്ളവനാക്കിയാൽ. അതുകൊണ്ട് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ കാരണം എന്തുവാ? നിങ്ങളെക്കാളും പ്രായം കുറവല്ലേ എനിക്ക്? കാരണം എൻ്റെ അകത്ത മനുഷ്യനെ ദൈവം വളർത്തിയത് കൊണ്ട് നിങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പ് എവിടേക്കോ ഒരു വളർച്ചയുണ്ട്. അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിച്ചാന്. ഞാൻ കുറവോ കൂടുതലോ പറയുമല്ല, വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ അനുദിനം വളരാൻ ആഗ്രഹിക്കുക. എൻ്റെ അകത്ത് ഭയങ്കര വിശപ്പാന്നിരിക്കട്ടെ, ഞാൻ വചനം പറയും തോറും അന്യഭാഷ പ്രാർത്ഥിക്കും തോറും എൻ്റെ അകത്ത മനുഷ്യൻ വളരുമ്പോൾ ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളിതൊന്നും ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു, നിങ്ങൾ വചനവും പറയുന്നില്ല, അന്യഭാഷ പ്രാർത്ഥന പറയുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കും, ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. കണ്ടോ? വളർച്ച വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ പഴയ മനുഷ്യൻ, ഞാനിത് നമ്മൾ 2ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. പഴയ മനുഷ്യൻ എന്നുള്ളത് ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടോ? ആഗ്രഹമുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം, ആഗ്രഹമുള്ളവര് പ്രാർത്ഥിക്കണമേ. എനിക്ക് കൂടുതൽ ഇതിന്റെ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിലേക്ക് എനിക്ക് ജീവിക്കുവാൻ കൃപ ഉണ്ടാകണം. നിങ്ങളുടെ പല പ്രശ്നങ്ങളും പ്രാർത്ഥിച്ചിട്ടും മാറാതെ നിൽക്കുന്നതിൻ്റെ പല കാരണങ്ങൾ, അതിൻ്റെ എല്ലാം മീത് സ്വാധീനം കിടപ്പുണ്ട്. അതിനെ ബലപ്പെട്ട് വേണം നമ്മൾ അതിൻ്റെ മേൽ ജയാളിയാണ് നമ്മൾ. അബ്രഹാം ഓൾറെഡി ബ്ലെസ്സഡാ, പക്ഷെ ആക്റ്റീവായ തലത്തിലേക്ക് സാറാമച്ചിയുടെ ഉദരത്തിൽ ഇസാക്ക് കിടപ്പുണ്ടെന്നേ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മൽക്കീസദേക്ക് അബ്രഹാം ദശാംശം കൊടുക്കുന്ന സമയത്ത് മൽക്കീസദേക്കിന്റെ കടിപ്രദേശത്ത് ആരുണ്ടായിരുന്നു? ഹല്ലേലൂയ! ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ജനതയെ അവിടെ ഉണ്ടായിരുന്നു. അഹരോൻ ഉണ്ടായിരുന്നു, പൗരോഹിത്യം ഉണ്ടായിരുന്നു. എവിടെയാ? അബ്രഹാമിന്റെ കടിപ്രദേശത്ത്, അബ്രഹാമിന്റെ ഉള്ളത്തിൽ ഈ ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ. അപ്പൊ എല്ലാം കിടപ്പുണ്ട്. ഇത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മ മനുഷ്യൻ വളരണം. അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പഴയ ചരിത്രം പറഞ്ഞു നടക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരാന്നറിയാവോ? ആരാ? പിശാചിന് സ്വാധീനമുള്ളവൻ എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മള് പിശാചിന് ആയുധം കൊടുക്കുക. ഞാനിപ്പോ പുതിയ മനുഷ്യനാണ്, കണ്ടോ? തൊടാൻ പറ്റത്തില്ല അവന്. യേശുവിലുള്ള മനുഷ്യനെ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ബൈബിള് തുറന്നിട്ട് നിങ്ങൾ നോക്കണമേ, എൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട്. സ്വർഗത്തിലെ അപ്പച്ചൻ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വെച്ചിട്ടുണ്ടോ അതെല്ലാം ബൈബിളിലുണ്ട്. എന്നിട്ട് അത് നോക്കിയിട്ട് പറയണേ, ഇത് എനിക്കുള്ളതാ, ഞാനൊരു അനുഗ്രഹമായി തരും. അയ്യോ ബ്രദറെ, ഇപ്പൊ ഞാൻ പരിഹാസികളുടെ ഇടയ്ക്ക് നിൽക്കുക. പറ ധൈര്യത്തോടെ, അകത്ത മനുഷ്യനെ ഒന്ന് ഉണർത്ത്. ഈ പുള്ളി എന്തെന്നറിയാവോ? അനുഗ്രഹത്തെ മുഴുവനും വലിച്ചിങ്ങോട്ട് അടുപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ തൽക്കാലം ഇന്നത്തെ വചനത്തെ നമ്മൾ നിർത്തുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ കൂടെ എന്ന് വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസം എനിക്കറിയാം ഇത് കുറച്ചും കൂടെ ക്ലാസ്സിലേക്ക് വരുമ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇത് മനസ്സിലാവും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നല്ലോ. നന്മ എൻ്റെ അവകാശമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നന്മ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കണം. അനുഗ്രഹത്തിലൊന്നും അല്ല കാര്യമെന്ന് പറയുന്ന പിശാചിന്റെ നാവിനെ അടയ്ക്കണം. അനുഗ്രഹത്തിൽ തന്നെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. യേശു ഭൂമിയിൽ വന്നിട്ട് അവിടെ ജീവിച്ചത് മുഴുവനും യഹൂദന്മാരെ പോലെ അല്ല ജീവിച്ചത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനെ പോലെ കർത്താവ് ജീവിച്ച് കാണിച്ചു കൊടുത്തത്. അങ്ങനെയെങ്കിൽ
കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച് റാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. റാണിക്ക് ഞാൻ 2 പെൺകുട്ടികളെ കാണുക, 2 പെൺകുട്ടികളെ റാണിയുടെ ജീവിതത്തിൽ ഞാൻ കാണുക. ജനുവരി എന്ന് പറഞ്ഞൊരു മാസം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അടയാളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണോ, ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ നിങ്ങൾ സൂമിലോ ലൈവിലോ കാണുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിലെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് വലിയ പ്രവൃത്തികൾ ഇപ്പോൾ ആ കുടുംബത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ സംഭവിക്കുന്നു. തന്നെ എന്ന് പറഞ്ഞ് പാരമ്പര്യ രോഗമുള്ള ആൾക്കാർ ഭയപ്പെട്ടിരിക്കുകയോ, അമ്മയ്ക്ക് എന്തോ രോഗം ഉണ്ടായിരുന്നു അതെനിക്ക് വരുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കേട്ട് നിങ്ങൾക്ക് വരത്തില്ല. പിന്നെ എന്തിനാ ഈ വചനം കേൾക്കുന്നത്? മൈക്കെല്ലാരും ആ, ഞാൻ ജനുവരിയിൽ ജനിച്ച് എന്റെ മോളെ ജനുവരിയിൽ കല്യാണമായിരുന്നു. ഈ റാണി എന്ന് പറഞ്ഞ ആരോട് ബന്ധപ്പെട്ടാണ് സിസ്റ്റർ പറയുന്നത്? റാണി എന്ന് പറഞ്ഞ ആളുമായിട്ട് ബന്ധപ്പെട്ടാണോ പറയുന്നത്? കട്ടായിപ്പോയി, കേൾക്കുന്നില്ല. റാണി എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആലോചന പറഞ്ഞത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലാത്തവരെ അടുത്ത വീട്ടിലെ ആളാണ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ. ഞാൻ ആവശ്യം ചിലപ്പോൾ ഉള്ളപ്പോൾ ഞാൻ മ്യൂട്ട് മാറ്റി. നിങ്ങൾ ഒരുമിച്ച് മ്യൂട്ട് മാറ്റിയാൽ എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നപ്പ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ എന്ന് പറഞ്ഞ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഇതാ സ്ഥലത്തും പുതുതായി തീർന്നിരിക്കുന്ന വചനം പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അനുഗ്രഹമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു അത്ഭുതമാണ്. ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഞരമ്പ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സൗഖ്യമാകുക. ഓ യേശുവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ കൈയെടുത്ത് വെച്ചു, ധൈര്യമായിട്ട് വെച്ചു. ഇന്ന് സൗഖ്യമാ, ഇപ്പോൾ സൗഖ്യമാ യേശുവിൻ്റെ നാമത്തിൽ. ചില വേദനകൾ, ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ശരീരം വിട്ട് മാറുക. ഞാൻ ചിലരുടെ ഈ ഹാർട്ടിനെ ഇങ്ങനെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഹാർട്ടിലോട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്ന ഒരു കാഴ്ച. അതിന് ചില ഹാർട്ടിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ശരീരത്തിൻ്റെ അകത്ത് ഭയങ്കര ഒരു ക്ഷീണമൊക്കെ അനുഭവിക്കുക. കൈയെടുത്ത് വെച്ച് ഓ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്ന. നിങ്ങൾ ഇങ്ങനെ തന്നെ പറ, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പുത്രൻ കെടുന്ന ബീജത്താലല്ല. അത് കെടുന്ന ബീജം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബീജമാണ്. ഇതിൻ്റെ അകത്തുനിന്ന് രോഗമെല്ലാം വരുന്നത്. ഈ ജനറേഷൻ മൊത്തം രോഗികളാണ്. സ്വർഗത്തിലെ വചനത്താൽ ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്. ഇതിൻ്റെ അകത്ത് ദൈവത്തിലുള്ളതെല്ലാം വചനത്തിലുണ്ട്. വചനത്തിൽ നിന്ന് ജനിച്ചവർക്കെല്ലാം ഇത് അനുഭവിക്കാൻ പറ്റും. അപ്പൊ സ്വയമായിട്ട് പറ, ഞാൻ രോഗിയല്ല. പറ, രോഗത്തിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല. യേശുവേ നന്ദി. ഇപ്പൊ തന്നെ പറ, ദൈവത്തിന് വയറ്റുവേദനയില്ല, ദൈവത്തിന് തലവേദനയില്ല, ദൈവത്തിന് എന്താ പറയുന്നത് മുടന്തോ ചെകിടോ കേൾവിയോ കുറവില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ ഞാൻ, അങ്ങനെ പറ, പുത്രിയായ ഞാൻ ദൈവത്തിൻ്റെ മുഴുവൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റെ മേലുണ്ട്. ഒന്ന് പ്രഖ്യാപിച്ചേ. അകത്ത മനുഷ്യനെ ഒന്ന് സഹായിച്ചേ. അകത്ത മനുഷ്യൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ പുറമേയുള്ള വിഷയങ്ങളെ തൊടും. ഇപ്പൊ കയറി യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ബലപ്പെട്ട്. ഞാൻ ആശ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുക. ഓ യേശുവേ, 29 വയസ്സ് ഒരു പ്രായം ആ കുടുംബത്തിൽ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ട് 29, കറക്റ്റ് 29 അങ്ങനെ ഒരു പ്രായം ആ കുടുംബത്തിൽ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചു. ഈ ആശയുടെ ഭവനത്തിലാണ് 29 വയസ്സെന്നൊരു പ്രായം കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നെന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഓ നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഞാൻ ഈ ഡിസംബർ മാസത്തിൻ്റെ
കലണ്ടർ, അതായത് ഡിസംബർ മാസത്തിന്റെ പേജ്, ഒരു കലണ്ടർ ഒരു കുടുംബത്തിൽ കിടക്കുക. ഇത് ഡിസംബർ അല്ല, നമുക്കറിയാം ഇത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് ആണ്. അപ്പൊ ഈ മാസത്തിന്റെ അകത്തുള്ള കലണ്ടറാണ് വരേണ്ടത്. പക്ഷേ ഈ ഒരു ഡിസംബർ മാസത്തിന്റെ ഒരു പഴയ കലണ്ടർ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ എടുത്തു കാണിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തിയെ നോക്കിയിട്ട് അടയാളം കർത്താവ് എന്നെ കാണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ഒരു കാഴ്ച ഞാൻ കാണും. രണ്ട് ഒരു കവറിൻ്റെ അകത്ത് നിറച്ചും ഈ തിളങ്ങുന്ന സ്വർണങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇതൊരു ആത്മീയ കാഴ്ചയാണ്. ദൈവത്തിൻ്റെ നന്മ കയറാൻ വേണ്ടി പോവുക. തിളക്കമുള്ള, ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് പറയാം, തിളക്കമുള്ള നന്മ ലൈഫിൽ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയും. തിളക്കമുള്ളത്, അതായത് നിങ്ങൾക്ക് ആ ഒരു നന്മ, ഈ തിളക്കമുള്ള ഒരു സംഭവം നിങ്ങളുടെ കണ്ണിലേക്ക് വെട്ടമടിക്കുന്ന രീതിയിൽ തിളക്കമുള്ള ഒരു നന്മ, അതായത് ചിലപ്പോൾ അതൊരു ബിസിനസ് ആകാം, അതൊരു ഇതൊരു ആത്മീയ കാഴ്ചയാണ്. പക്ഷെ ഭൗതിക തലത്തിലും ഇതേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നൊരു ബ്ലെസ്സിങ്ങിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ഈ അടയാളമുള്ള വ്യക്തി, ഡിസംബർ മാസത്തിലെ കലണ്ടർ ഇട്ടിരിക്കുന്ന വ്യക്തി ആരാണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഗുഡ് നൈറ്റ്. ഒരു മിനിറ്റ്, എനിക്കറിയത്തില്ല നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നതാണോ അതോ മീൻ മേടിക്കാൻ ചന്തയെ വന്നതാണോ? ലോകത്തുള്ള സകല വാർത്താനോ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. ശ്രദ്ധിച്ച്, ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ, നമ്മൾ ഒരു മീൻ ചന്തയിലല്ല നിൽക്കുന്നത്, പ്രാർത്ഥന കൂട്ടായ്മയല്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു ആലോചന സ്വീകരിക്കുവാൻ നിങ്ങൾ റെഡി ആയിട്ട് വേണം എപ്പോഴും ഇരിക്കാൻ. ഗുഡ് നൈറ്റ് പറയേണ്ട സ്ഥലമല്ല ഇത്, മറ്റൊന്നും പറയേണ്ട സ്ഥലമല്ല. ശ്രദ്ധിച്ചിരുന്നേ. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കാണുക. കാര്യം ഒരാലോചന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം ചേഞ്ച് വരുത്തും നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഞാൻ എന്തുകൊണ്ട് ചില സമയത്ത് അൺമ്യൂട്ട് എന്ന് വെച്ചാൽ ആലോചന വെളിപ്പെടുന്നത് കേൾക്കുന്നത് നമുക്കൊരു അനുഗ്രഹമായതുകൊണ്ടാണ്. നന്ദി യേശുവേ. ഞാൻ എന്തായാലും തുടരും. ഡിസ്ട്രാക്ഷനുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. എല്ലാവരും സ്വയം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഞങ്ങൾക്ക് നന്മ. ഞങ്ങൾ തിരിച്ചു നോക്കി, ദൈവം ഇടപെടുന്ന സമയത്ത്, പ്രവചനാലോചന വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കലവില വർത്തമാനമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണേ, നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തുകയും പിശാചിന് വഴി ഒരുക്കുക. നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കി, സാത്താൻ കയറിയാൽ അറക്കും, മുടിക്കും, അവൻ മോഷ്ടിക്കും. ദൈവാത്മാവ് വെളിപ്പെട്ടാലോ ജീവനും സമൃദ്ധി ഉണ്ടാവും. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് അടയാളമുള്ളവർ ഏറ്റെടുത്തു. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി. ഇന്ന് ആ വേദനകൾ വിട്ടുമാറിക്കൊണ്ട് കൈയെടുത്ത് വെച്ച് യേശുവിന്റെ അടിപ്പിണരാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. രോഗം യേശു പറ, എൻ്റെ യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യവും ആരോഗ്യവും വന്നിരിക്കുന്നു. ഈ നിമിഷം പറഞ്ഞു, ഇപ്പൊ സൗഖ്യമാണ് നിങ്ങളുടെ. അത്ഭുതങ്ങളുടെ സമയമാണിത്. യേശു ജീവിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, അസാധാരണമായ പ്രവൃത്തികൾ ചെയ്യുന്ന കർത്താവേ, ഇപ്പോൾ എന്നെ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് എന്നെ സൗഖ്യമാക്കുന്നല്ലോ. പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ കൈവച്ചു. സ്വന്തം ശരീരത്തിൽ കൈവച്ച് ഈ കൈ എടുക്കുമ്പം ഒന്ന് ചെക്ക് ചെയ്തോണേ. ഇപ്പൊ കൈവെക്ക്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ വേദനകൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, എല്ലാ ബുദ്ധിമുട്ടും വിട്ടുമാറട്ടെ. ഇപ്പോൾ തന്നെ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ, രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നപ്പ ഫ്രീ ആകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഓ നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നല്ലോ, ശരീരത്തിന്റെ മേൽ തീ കത്തുന്നല്ലോ അപ്പ. ഓ യേശുവേ, അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം. വ്യാപരിക്കുന്ന കൃപയ്ക്ക് നന്ദി, വ്യാപരിക്കുന്ന കൃപയ്ക്ക് നന്ദി അപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നന്ദി യേശുവേ. ഒന്ന് ചെക്ക് ചെയ്തേ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ, സൂമിൽ കാണുന്നവർ ചെക്ക് ചെയ്തേ. ആ വേദന അവിടെയില്ല, രോഗം അവിടെയില്ല, ബുദ്ധിമുട്ട് അവിടെയില്ല, സൗഖ്യം നടന്നിരിക്കുന്നു. നന്ദി യേശുവേ. എന്നുള്ളത് കർത്താവ് എന്നെ ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ഈ ചെമ്പോലയിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവിനെ കാണുക. ചെമ്പോലയിൽ എന്ന് പറയുന്നൊരു വീട്ടുപേര്, ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുകയാണ്, ഇന്നു മുതൽ യേശുവിൻ്റെ കർത്താവിൻ്റെ രക്ഷാ പദ്ധതിയെപ്പറ്റി കേട്ട നിമിത്തം മുതൽ പാരമ്പര്യ രോഗശക്തികൾ നിങ്ങളുടെ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. ചെമ്പോലയിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരാണ് ഞാൻ കേൾക്കുന്നത്. ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സൂമിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. അനാവശ്യമായിട്ട് മ്യൂട്ടുമായിട്ടില്ല, എല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തെ ബ്ലസ് ചെയ്യുമ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാവിധമാകുന്ന ശാപങ്ങളും വിട്ടുമാറട്ടെ, ശാപശക്തികൾ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പം നന്ദി കർത്താവേ. അങ്ങ് തൊടുന്ന ദൈവമാണല്ലോ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു സതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടും. ആ വ്യക്തിയുടെ ഭവനത്തെ തൊടുന്നായിട്ട് കർത്താവ് എന്നോട് പറയുക. ബാക്കി എല്ലാവരും അനാവശ്യമായിട്ട് സംസാരിക്കാനല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി യേശുവേ. അങ്ങനെ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്ലാനുകൾ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാണ്. ഒരു ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഈ 7 മാസം മുമ്പുണ്ടായ ചില വാർത്തകൾ ആ കുടുംബത്തിൻ്റെ അകത്ത് വലിയ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ ദൈവം നിങ്ങളുടെ ദുഃഖത്തെ ഇന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പ. നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ ഒരു കൈലാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ സാമ്പത്തിക ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് കൈലാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഇന്ന് ചില നന്മകളെ തുറക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. ഇപ്പോൾ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ഇങ്ങ് വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നില്ല അപ്പം. അതോടൊപ്പം തന്നെ കർത്താവ് എന്നൊരു ഭവനം കാണിക്കുന്നു. ഒരു വീടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഈ ലോറി ഉള്ള ഒരു ഭവനം കർത്താവിനെ കാണിക്കും. അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ അവിടെ ലോറി ഇങ്ങനെ ഇട്ടിരിക്കുന്ന ലോറിയുള്ള ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ലോറികൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുക. അങ്ങനെ ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ആ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തമ്പുരാൻ പറയുക. ഞാനൊന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. നന്മകൾ അവിടെ തുറക്കട്ടെ. സകല പ്രതികൂലങ്ങളും വിട്ട് മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. വൻ കാര്യങ്ങളെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ, വലിയ പ്രവൃത്തികളെ അങ്ങ് തുറക്കുന്നില്ലപ്പ. ഞാൻ ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിനോട് പറയുന്നൊരു സുലോചന എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ സ്വർണം ഇങ്ങനെ പണയം നിങ്ങൾ വായ്പ കൊടുത്തതാണ്, പക്ഷെ അത് തിരിച്ചു കിട്ടാതെ നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കർത്താവ് എന്ന വിഷയത്തിൻ്റെ മേൽ തൊടുന്നു എന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. നന്മയായി കർത്താവെ അങ്ങ് തീർക്കുന്നല്ലോ. ഇന്ന് വലിയൊരു സാക്ഷ്യമായി തീരട്ടെ, വലിയൊരു പ്രവൃത്തിയായി തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കർത്താവ് ഒരുക്കുന്നല്ലോ. ഈ സമയം കർത്താവ് അവരുടെ കടഭാരങ്ങൾ, രോഗങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെയും സൗഖ്യമാക്കുന്ന തമ്പുരാനാണല്ലോ അപ്പാ. ജിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ, ജിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ആ വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ ഒരാധാരവുമായിട്ട് ബന്ധപ്പെട്ട് ചില കുരുക്കുകൾ ഇന്ന് കർത്താവ് അഴിക്കുകയാണ്. അത് റിലീസ് ചെയ്യുന്നപ്പാ. നന്ദി പരിശുദ്ധാത്മാവ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നപ്പാ. ദൈവമേ, ഞങ്ങളുടെ വീര്യപ്രവർത്തിക്കായി സ്തുതിക്കുന്നപ്പാ. കർത്താവ് അങ്ങ് സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ കൃപകളാൽ സഹായിക്കുന്നല്ലോ. നാളെ നമ്മുടെ പ്രാർത്ഥന രാവിലെ സൺഡേ ആണ്. എൻ്റെ ടൈമിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യൻ സമയം 4 മണിക്കാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. കർത്താവ് സഹായിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറയാം. മൈക്കൊക്കെ മ്യൂട്ട് ചെയ്താട്ടെ. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും, വാരി വിതറി കൊടുക്കുവാൻ നന്മ തരും. കർത്താവിൻ്റെ സുവിശേഷം വളരണം. ലോക രാജ്യങ്ങളിൽ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയാവും. നിങ്ങളുടെ ജോലിനെ, ബിസിനസ്സിനെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നപ്പോൾ വിതച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൊയ്താട്ടെ. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളുടെ പുറകെ വരും. വായ്പ മേടിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ
ഒരേ ആലോചന ഒരേപോലെ ഉള്ളവർ എടുത്തു പറയേണ്ട, ഏറ്റെടുത്താൽ മതി. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, 5 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ശരീരത്തിന്റെ വേദന അനുഭവപ്പെടുമായിരുന്നു. പല ഭാഗങ്ങളിലും ഒരു ചെയിനായിട്ട്. ഇന്നലെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞായിരുന്നു, പക്ഷെ ഇന്നലെ എനിക്ക് സുഖമൊക്കെ ആയില്ലായിരുന്നു പൂർണ്ണമായിട്ട്. പക്ഷെ ഇന്ന് രാവിലെയും കൊണ്ട് പൂർണ്ണ വിടുതൽ കിട്ടി. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഗ്യാസും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഗ്യാസ് ട്രബിൾ മൂലം ശരീരം മൊത്തം വേദന, ഓരോ ഭാഗത്തും പുറത്ത് വേദന, കഴുത്ത് വേദന, തലവേദന, അങ്ങനെ രാവും പകലും ഭയങ്കര. ജീവിതത്തിൽ ഇത്രയും വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. പൂർണ്ണ സൗഖ്യമായി ഇന്നത്തേന്. നന്ദി ഒരു കർത്താവേ, അങ്ങ് കുഴപ്പമില്ല. ആമേൻ. നന്ദി. സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി അപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? അതെ. Praise Lord, പറഞ്ഞു brother. പറഞ്ഞു പറഞ്ഞു. ഞാൻ ഇന്ന് കടയിൽ വൈകുന്നേരം എനിക്ക് വയ്യായിരുന്നു. ഞാൻ കിടന്നോണ്ട് പ്രാർത്ഥന ബ്രദറിന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ആശ്വാസം കിട്ടി ബ്രദറെ. ഇപ്പൊ ആ ബുദ്ധിമുട്ടില്ല സിസ്റ്റർക്ക്. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ കിടന്നോണ്ട ശുശ്രൂഷ മുഴുവൻ കേട്ടത്. എനിക്കങ്ങ് ഈ ശരീരം തളർന്നു പോകും പോലെയാണ്. എന്തൊക്കെയോ അസ്വസ്ഥതകളായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥന മുഴുവൻ കിടന്നോണ്ട് കേട്ടു. പക്ഷെ ഇപ്പൊ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്നെ നല്ല ആരോഗ്യം കിട്ടി. ആമേൻ. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞു ഹലോ ബ്രദറെ. പറഞ്ഞു. ബ്രദർ ഇപ്പൊ ഒരു കലണ്ടറിന്റെ കാര്യം പറഞ്ഞില്ലേ? ഡിസംബർ എന്ന് എഴുതിയാക്കണ പേജ് ഇട്ട് അത് 2024 ഡിസംബർ എഴുതിയാക്കണ ആ പേജ് ഇങ്ങനെ കഴിഞ്ഞ വർഷത്തെ കലണ്ടർ വീട്ടിൽ ഭിത്തിയിലേക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. ഡിസംബറിലാണ് അത് എഴുതിയേക്കണത്. ആമേൻ. വലിയൊരു സാക്ഷ്യം തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആരെങ്കിലും കുടുംബത്തിന്റെ അകത്തുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണേ. ദൈവം വലിയൊരു പ്രവൃത്തിയും കൂടെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകണം കുടുംബത്തിന്റെ അകത്ത് ഏപ്രിൽ മാസത്തിൽ, കേട്ടോ. ബ്രദറെ, എന്റെ വീട്ടിൽ ഏപ്രിൽ മാസത്തിലുണ്ട് ബ്രദറെ. ഡിസംബർ 24 ഏപ്രിൽ 24-ാം തീയതി ഞാൻ ജനിച്ചത്. സിസ്റ്ററാണ് ഏപ്രിൽ മാസം ജനിച്ചത്. ഏപ്രിൽ 24-ാം തീയതി ഞാൻ ജനിച്ചു. ഏറ്റെടുത്തു വന്ന ആ വ്യക്തിയാണ് തമ്പുരാൻ ഈ തിളക്കമുള്ള നന്മയിലേക്ക് നടത്താൻ വേണ്ടി പോകുന്നത്. വലിയൊരു സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും, കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. പറഞ്ഞു. ഹലോ ബ്രദറെ, ബ്രദർ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. ഹലോ ബ്രദർ ഇന്നലെ പറഞ്ഞല്ലോ, കാൽമുട്ടിന് തേയ്മാനം മൂലം ബലക്കുറവുകൊണ്ട് അവിടെ ഒരാളെ വിടുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് 2 ദിവസമായിട്ട് കാൽമുട്ടിന് ഞാൻ ക്യാപ്പ് ഇട്ടുകൊണ്ടായിരുന്നു നടക്കുന്നത്. ഇന്നാലൊക്കെ എനിക്ക് പിടിച്ചോണ്ട് നിൽക്കണം, അല്ലെ ബലക്കുറവ് നിക്കത്തി പ്രയാസമായിരുന്നു. ഇന്ന് എനിക്ക് ആ പ്രയാസങ്ങളെല്ലാം മാറി. എത്ര നാളായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ക്യാപ്പ് ഇട്ട് നടക്കുന്നത്? എത്ര നാളത്തെ ബുദ്ധിമുട്ടായിരുന്നു? ക്യാപ്പിട്ട് ഒരു 4-5 വർഷത്തോളമായി അങ്ങനെ ആയിരുന്നു. ഇന്നലെ 2 ദിവസമായിട്ട് എനിക്ക് നല്ലപോലെ പ്രയാസമായിരുന്നു. 2 ദിവസമായിട്ട് കൂടുതൽ. പിന്നെ ഇന്ന് എനിക്ക് ക്യാപ്പ് ഒന്നും ഞാൻ ഇട്ടില്ല. ഇന്ന് സ്റ്റെപ്പ് ഇറങ്ങാൻ എനിക്ക് വലിയ പ്രയാസമുള്ളായിരുന്നു. ഇന്നിപ്പോ ഞാനൊരു കയറ്റം കയറി അന്നേരം എനിക്ക് ആ പ്രയാസം തോന്നിയില്ല. അതായത് 4-5 വർഷമായിട്ട് തേയ്മാന നിമിത്തം ക്യാപ്പ് ഇട്ടായിരുന്നു ബുദ്ധിമുട്ട് നടന്നുകൊണ്ടിരുന്നത്, അല്ലേ? 2 ദിവസമായിട്ട് വേദനയും കൂടുതലായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചതിന് ശേഷം ക്യാപ്പ് ഇടാതെ കയറ്റം ഇറക്കം ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു കുഴപ്പമില്ല, അല്ലേ? ഇന്നലെ പറഞ്ഞു കാൽമുട്ടിന്റെ ബുദ്ധിമുട്ടുള്ള ഒരാളെ തമ്പുരാൻ തുടർന്ന് പറഞ്ഞു. അപ്പൊ അത് സ്വീകരിച്ചു, അല്ലേ? ഇപ്പൊ ആ വേദന ഇല്ല, ബുദ്ധിമുട്ടില്ല നടക്കുമ്പോ. നന്ദി കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞ റേഞ്ച് കട്ടാവുന്ന സഹോദരി പറഞ്ഞത് 4-5 വർഷമായിട്ട് കാലിന് തേയ്മാനമായിരുന്നു. ഇന്നലെ പ്രാർത്ഥന ദൈവാത്മ വെളിപ്പെടുത്തി കാലിന് തേയ്മാനമുള്ള കാലുകൾ സൗഖ്യമാകുന്നെന്ന് അത് ഏറ്റെടുത്തു. ക്യാപ്പ് ഇട്ടാൽ നടന്നുകൊണ്ടിരുന്നത്. ക്യാപ്പ് ഇട്ടാലും 2 ദിവസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. 4 വർഷമായിട്ട് ഇരുന്ന് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇന്നലെ അതില്ലാതെ നടന്നു. ഒരു കുഴപ്പമില്ല. കയറ്റവും കയറി ഇറക്കം കയറി ഒരു ബുദ്ധിമുട്ടുമില്ല. നട കയറി. യേശു സൗഖ്യമാക്കി. ഗോഡ് ബ്ലസ് യു. തമ്പുരാൻ തേയ്മാനത്തെ നീക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്തോ പറഞ്ഞു. മരുമോളാണ് റാണി. 2 മക്കളുണ്ട്. പിന്നെ എന്റെ ഹസ്ബൻഡാണ് ജനുവരി ജനിച്ചതാണ്. ആദ്യം പറഞ്ഞ ആലോചന, അല്ലേ? റാണി എന്ന് പറഞ്ഞ 2 പെൺകുട്ടികൾ, അല്ലേ? അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിന്റെ അകത്ത് അനർത്ഥം നീങ്ങാൻ വേണ്ടി പോവാണ്. അനർത്ഥം ഒന്നും കയറാതെ വണ്ണം ദൈവം സൂക്ഷിക്കും. പ്രാർത്ഥിച്ചോണം. സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ ദൈവം.
ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു. ആമേൻ. ബ്രദറെ ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു ബ്രദറെ. എന്തോ കൈലാസ് എന്ന് പറയുന്നത് അത് ഉം, എന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ് കൈലാസ്. ഉം. കൈലാസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സിസ്റ്റർ, ഈ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്കിന്റെ അകത്തുനിന്നും കർത്താവ് അവനെ രക്ഷിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു കേട്ടോ. അവനെ വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവം സ്തോത്രം. സാക്ഷിയാക്കും. ബ്രദറെ, എന്റെ പേര് എന്തോ ആശ എന്നാ. എന്റെ മോളാണ് 29 വയസ്സായ. അവൾക്ക് വേണ്ടി കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അവൾക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ടും ദൈവത്തോട് പാസ്റ്റർ പറഞ്ഞു. വാസിസ്റ്റർ, ഇന്ന് കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി, 29 വയസ്സ് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്ത് സ്വീകരിച്ചോണം കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദറെ, ഇപ്പോഴേ വേണ്ട ഒരു ആ തോമസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത് ടെമ്പോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓറി. അത് ഞങ്ങളുടെ ഒരു വീടാണ്. ആ അപ്പം അവരെ കഴിഞ്ഞ 6-ാം തീയതി ബ്രദർ മറ്റൊരു ഇതും കൂടെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. ഒരു കല്ലുവെട്ടാംകുഴി ഉള്ള ഉം, ഒരു വീടിന്റെ, അത് യൂട്യൂബിൽ വന്നെയാണ്. ഉം, അപ്പം കല്ലുവെട്ടാം കുഴി എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ വീടാണ്. അത് ഞങ്ങളുടെ ഫാദറിൻലോ ഇതേപോലെ പണ്ട് ഇവിടുത്തെ കല്ലെടുത്ത് അടുത്തുള്ള വീട്ടുകാർക്ക് ഇങ്ങനെ പണ്ടേ കാലത്ത് ഉം, ഇങ്ങനെ പണിയാൻ കൊടുത്തപ്പോൾ അങ്ങനെ ഒരു കല്ലുവെട്ടാൻ കുഴിയായിട്ട് അത് കിടപ്പുണ്ടത്. ഉം. അപ്പൊ അത് ഇങ്ങനെ കല്ലുവെട്ടാൻ കുഴി ബേബിസാൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ പല പ്രശ്നത്തിൽ കൂടെ പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ 2 പ്രവചനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബ്രദറിന്റെ ഈ കയ്യിൽ. തോമസ് പറഞ്ഞ ആളായിരുന്നു സിസ്റ്റർ അത്? തോമസ് എന്റെ ഹസ്ബൻഡാണ്. ഇത് 2 ഒഫീഷ്യൽ നെയിമും 2 മറ്റേത് വീട്ടിലെ പേരും കൂടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഏറ്റെടുത്തോട്ടെ. കർത്താരം കാണിച്ച് ഇപ്പൊ പറഞ്ഞ തൊട്ടടുത്താണല്ലോ ഈ വീടുള്ളത് അല്ലേ, വണ്ടിയുള്ള വീട്? ഞങ്ങളുടെ തൊട്ടടുത്ത്. ഏറ്റെടുത്തു. കർത്താവ് അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. ആമേൻ. യേശുവേ കർത്താവ് സ്തോത്രം. അത് സാക്ഷ്യമാക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. താങ്ക് യു. കർത്താവ് താങ്ക് യു. അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ആശ എന്ന് പറഞ്ഞു. പറഞ്ഞ എന്റെ ബ്രദറെ, ഫ്രണ്ടാണ്. പ്രൈസ് എനിക്ക് ലോർഡ്. 24 വയസ്സുള്ള ബ്രദറെ, മോളുണ്ട്. ഞാന് ആ ദൈവം അത് ഏറ്റെടുത്തു സിസ്റ്റർ. ഞാന് കർത്താവ് അത് സാക്ഷ്യം കുടുംബത്തിന്റെ അകത്ത് നിന്ന് കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ അകത്താണ് സിസ്റ്റർ അത് പറഞ്ഞത് കേട്ടോ. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റും. പ്രൈസ് ലോർഡ് ബ്രദറെ, പറഞ്ഞു. ഞാൻ ഒരു പ്രാർത്ഥനാ സഹായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് 5 വർഷമായിട്ട് പള്ളിയിൽ പോകാതിരുന്നയാളായിരുന്നു. ഉം, ആഴ്ചയായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി. ഈ പ്രാർത്ഥന ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു. ഈ പ്രാർത്ഥന വന്നതിന് ശേഷം എനിക്ക് ആ ഒരു വലിയൊരു അനുഗ്രഹം കിട്ടിയത്. ദൈവത്തിന് ആമേൻ. ഞാൻ തീർച്ചയായും കോടാനുകോടി നന്ദി പറയുന്നു. നന്ദി കർത്താവ്. അങ്ങ് കൊടുത്ത മാനസ്വാതന്ത്ര്യത്തിന് നന്ദി പറയുന്നു. ഇത്ര 5 വർഷമായിട്ട് പ്രാർത്ഥനയ്ക്ക് ബോധ വ്യക്തി ദൈവം കൊടുത്ത മാറ്റത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. എന്റെ ചേട്ടന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ചേട്ടന് 2 ആഴ്ച മുമ്പ് കാലിന് ഭയങ്കര നീരായിരുന്നു. ഒരു കാലിന് കാലിന് മടങ്ങിയതായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രാർത്ഥന. അപ്പൊ ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൾക്ക് ഒരു കാലിന് മടങ്ങി നീര് വന്നു. ആളോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടൊന്നും പോയില്ല. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ യേശുവിന്റെ അടിപ്പിനറിയാൻ എൻ്റെ ചേട്ടന് സൗഖ്യം വന്ന് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോ നീരൊന്നുമില്ല. ആള് പല മരുന്നുകളൊക്കെ ചെയ്തു, പക്ഷെ അതൊന്നും മാറിയില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് നീര് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് മാറി. ഞാൻ അതൊരു സാക്ഷ്യം പറയാണ്. നന്ദി കർത്താവെ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ കാലിൽ നീരായിരുന്നു. പല മരുന്നും പ്രയോഗിച്ചിട്ട് അത് മാറിയില്ല. പക്ഷെ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ നീര് പൂർണ്ണമായിട്ട് മാറ്റി. പൂർണ്ണ സൗഖ്യമല്ല സിസ്റ്ററെ? അതെ അതെ അതെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനേകരെ സൗഖ്യമാക്കാൻ ഇനിയും കർത്താവ് ഉപയോഗിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എനിക്ക് ഒരു കാര്യവും കൂടെ ഒന്ന് പറയാനുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പം ഞാൻ ഈ വേദപുസ്തകമൊക്കെ കുറെ ഒത്തിരിയും വായിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ എഫേസർക്ക് എഴുതിയ ലേഖനമൊക്കെ ഇപ്പം ബ്രദർ പറഞ്ഞതിന് ശേഷമാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിലായത്. അങ്ങനെ ഞാനിപ്പം അതിൻ്റെ ഓരോ വാക്യങ്ങൾ ഇങ്ങനെയുള്ള 1-ാം അധ്യായം തൊട്ട് ഞാനിപ്പോൾ അങ്ങ് കാണാതെ പഠിക്കുകയും അത് പ്രാർത്ഥനയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന എനിക്ക് ഒത്തിരി ഇതുവരെ കിട്ടാത്തൊരറിവാണ് ഈ എഫേസർ ലേഖനത്തെക്കുറിച്ച് എനിക്ക് കിട്ടിയത്. എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. ഞാൻ അന്ന് 5-ാമത്തെ വയസ്സോട്ട് വേദപുസ്തകം വായിക്കുന്ന വ്യക്തിയുമാണ്. പക്ഷെ ഇപ്പോഴാണ് എഫേസർ ലേഖനം എന്നുള്ളത് എന്തുവാന്നുള്ളത് എനിക്ക് മനസ്സിലായത്. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവ് തന്നല്ലോ. വളരുക, ക്രിസ്തുവിൽ പ്രായം വിഷയമല്ല. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് ഇനി ഉപയോഗിക്കണം കേട്ടോ. താങ്ക് യു ബ്രദർ. അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഴത്തിൽ അറിയാൻ പറ്റിയതാണ്. എനിക്ക് ഈ ഒരു കണ്ടുവന്ന് വേദോസം ഒത്തിരി ലേഖനങ്ങൾ ഒത്തിരി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബ്രദറിന്റെ ക്ലാസ്സിൽ കൂടാണ്. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ഇനിയും സമൃദ്ധമായിട്ട് നടത്തട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദറെ.
ആ പറഞ്ഞു ഹലോ പറഞ്ഞു ബ്രദറെ, അത് ഇത് പുലർച്ചയില് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പേര് വന്ന് വിളിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പൊ വ്യക്തമായിട്ടും കേട്ടു എൻ്റെ പേര് വിളിക്കണം. നേരം വിളിക്കുന്ന സിസ്റ്റർ അവള് ഒരു മിനിറ്റ് കേട്ടിട്ട് അവള് സിസ്റ്റർ പറഞ്ഞു ഒരു മിനിറ്റ് ആ ഹെഡ്സെറ്റ് ഒന്ന് ഊരാവോ? ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്യാവോ? സൗണ്ട് ക്ലിയർ അല്ല. ഹെഡ്സെറ്റ് ഒന്ന് മാറ്റാവോ? പറഞ്ഞു. ഹെഡ്സെറ്റ് മാറ്റി. ആ ഇനി പറഞ്ഞു. ആ അതെ, ഇന്ന് പുലർച്ചയില് ഞാന് എൻ്റെ ഒരു അടുത്ത വീട്ടിലെ ഫ്രണ്ട് എന്നെ വന്ന് എൻ്റെ പേര് വ്യക്തമായിട്ട് വിളിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷെ ഉം. ഞാൻ നേരം വെളുത്ത് അവളോട് ചെന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു അവള് വന്നിട്ടുമില്ല വിളിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. ഉം. എനിക്ക് അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ എന്തോ ഒരു വിളി പോലെ തോന്നി എനിക്ക്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് പാല് കുടിക്കണതായിട്ട് സ്വപ്നവും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വചനം കേട്ടപ്പോ എനിക്ക് എല്ലാം കൂടി ഒരു കണക്ട് ആവുന്ന പോലെ ഒരു ഫീലിംഗ് വന്നു. തീർച്ചയായിട്ടും ഇഷ്ടം നമ്മുടെ കർത്താവ് ഞാൻ പറഞ്ഞില്ല, ഈ കൂട്ടായ്മ കൂടുന്ന എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളോട് കർത്താവ് സംസാരിക്കും, ദൂതന്മാർ സംസാരിക്കും. കാരണം ഈ കൂട്ടായ്മയിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ പകർച്ചയുണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ കാഴ്ചകൾ കാണാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് മാത്രമല്ല, അത് ഇനിയും കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. വളരെ ശ്രദ്ധിച്ചോണേ. ദൈവം നിങ്ങളോട് ഇടപെടുന്നുണ്ട്. ആ വഴികൾ ദൈവം പറഞ്ഞു തരുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നന്മ എങ്ങോട്ടാണോ ദൈവം അത് പറഞ്ഞു തരും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു സിസ്റ്റർ. ഇന്നലെ ആ ഹലോ പറഞ്ഞു. പ്രൈസ് ദി ബ്രദർ ലോർഡ് ബ്രദർ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലുകൾക്ക് വല്ല വേദന വല്ലതും ഉണ്ടെങ്കിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് ബ്രദർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്റെ ലെഫ്റ്റില് ഹാൻഡ് ഭയങ്കര പെയിൻ ആയിരുന്നു, എൽബോ. അപ്പൊ ഇന്നലെ ഞാൻ പ്രെയർ ചെയ്തായിരുന്നു. അപ്പൊ കൈവച്ച് പ്രാർത്ഥിക്കാൻ ബ്രദർ പറഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ട് വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ അത് ഇന്ന് രാവിലെ പക്കയായിട്ട് നോക്കുമ്പോൾ എനിക്ക് അതിന്റെ പെയിൻ നല്ല കുറവുണ്ട്. അപ്പൊ ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ബ്രദറിനെ വിളിച്ചത്. എത്ര നാളുടെ ബ്രദറെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? എത്ര നാളുടെ ഒരാഴ്ച കൂടുതലായി. അപ്പൊ ഞാനത് ഇങ്ങനെ പെയിൻ നോക്കാറില്ലായിരുന്നു, വേദനയെ. അപ്പൊ ഞാനിപ്പോ ഇന്നലെ ബ്രദർ പ്രയർ കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഞാനിപ്പോ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു നോക്കി. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എനിക്കത് ക്ലിയർ ചെയ്ത് വന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ ബ്രദർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇന്ന് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് പരമാവധി അത് വേദന കുറഞ്ഞങ്ങ് പോയാ. അവൻ ഇന്ന് അത് പൂർണ്ണമായും ബ്രദർ ഇപ്പൊ കുറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് രാത്രി കൊണ്ടത് മാറിയിരിക്കും. കൈവച്ചോട്ടെ. യേശു അത് കർത്താവ് അത് പൂർണ്ണതയിലോട്ട് കൽപ്പിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് വിടുതലായി തീരട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു ബ്രദർ ഇന്നലെ പറഞ്ഞായിരുന്നു രോഗികളെല്ലാം പിന്നെ വേദനയുള്ള സ്ഥലത്ത് കൈവെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൈവച്ചു. എനിക്ക് മുട്ടിന് വേദന ഉണ്ട്. അപ്പൊ ഞാൻ കൈവച്ചു. അപ്പം തന്നെ ബ്രദർ പറയുന്നത് ഞാൻ കാണുന്നുണ്ട് അത് മുട്ടില് കൈവെക്കുന്ന ആളെ ബ്രദർ അന്നേരം പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇന്ന് നോക്കുമ്പോ എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്. എന്റെ കാലിലൊക്കെ പാദത്തിലൊക്കെ ഇങ്ങനെ ഇത് പാമ്പ് പോലെ വളഞ്ഞ് പക്ഷെ നന്ന പൊന്തിയിട്ടില്ല. കുറച്ച് കാലിന്റെ പാദത്തിലെല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു. നീല കളറില് റെഡ് കളറിലല്ലേ ഈ സ്പൈഡർ വെയിൻ പോലത്തെ. എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ എന്റെ കാല് പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കുക, കാല് വെളുത്തിട്ടുണ്ടല്ലോ, എവിടെ പോയി ആ വെയിനൊക്കെ എവിടെ പോയി ചെറുങ്ങനെ മാത്രം കാണുന്നുണ്ട് ഇപ്പൊ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ബ്രദർ തന്നെ പറഞ്ഞു, പിന്നെ ഈ വെയിന് അസുഖമുള്ളവർക്കെല്ലാം കർത്താവ് സൗഖ്യം തരുന്നുണ്ട്. ഞാനത് ഏറ്റെടുക്കുന്നു. എനിക്ക് സൗഖ്യം കർത്താവ് തന്നു കഴിഞ്ഞു എന്ന് ഞാൻ ഏറ്റെടുക്കുന്നു. അത്ര നല്ല കാല് നല്ല കളറ് വ്യത്യാസം വന്നു ഇപ്പൊ കാലിലല്ലേ? കളർ വ്യത്യാസം വന്നു ബ്രദർ. വെളുത്തിട്ട് വേദന എനിക്ക് വെയിനെ പറ്റിട്ട് എനിക്ക് വലിയ വേദന ഇല്ല. ചില സമയത്ത് ഒരു കടച്ചല് പോലെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല. ഒരു വേദനയില്ല. വലിയൊരു അത്ഭുതമാണ് ബ്രദർ പറഞ്ഞത്. കാലിൽ ഇങ്ങനെ ഞരമ്പ് തടിച്ചു കിടക്കുന്ന അറിയാൻ പറ്റുമായിരുന്നു, നീല കളറിലും ഒക്കെ. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശേഷം നോക്കിയപ്പോ അതെല്ലാം മാറി, കാല് പഴയ രീതിയിലേക്ക് വന്നിരിക്കുന്നു. അത് മാത്രമല്ല ഇപ്പൊ കാൽപാദം ഫുള്ളും നിറയെ. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു സിസ്റ്റർ അതെല്ലാം? കൊറേ ആയി ബ്രദർ. എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും തൈലം ഇങ്ങനത്തെ എല്ലാം തേച്ചുകൊണ്ടിരിക്കും. വലിയൊരു അത്ഭുതമാണ് സഹോദരി പറഞ്ഞത്. നല്ല കളർ വെച്ച്
ഓ സ്വത്രം. അതായത് ആ ഞരമ്പുകൾ അകത്തോട്ട് വലിഞ്ഞിരിക്കുന്നു, കർത്താവിന്റെ സ്പർശനം വന്നിരിക്കുന്നു. പ്രിയവര് പറഞ്ഞു കേട്ടില്ല, വർഷങ്ങളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. യേശു തൊട്ടു. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്. കർത്താവ് അത് വിടിവിച്ച കൃപയ്ക്ക് നന്ദി. വേദനയിൽ നിന്ന് വിടുതൽ കൊടുത്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ് ബ്രദർ. പറഞ്ഞു. ഹലോ. പറഞ്ഞു. എനിക്ക് ഒരു വർഷമായിട്ട് ഭയങ്കരമായിട്ട് കൈവേദനയായിരുന്നു. അത് നല്ലോണം മാറി. പിന്നെ എനിക്ക് കണ്ണ് ഡോക്ടറെ കാണാൻ പോയപ്പോൾ കാറ്ററാക്റ്റിന്റെ ഇതുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോഴത്തേക്ക് ഓപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ട, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ കൈവച്ച് പറയാറുണ്ട്. അപ്പൊ ആ രണ്ട് സൗഖ്യങ്ങൾ വന്നു. ഓ സ്വത്രം. ആദ്യത്തെ എന്തായിരുന്നു സിസ്റ്ററെ? ഒന്ന് കണ്ണിന്റെ ആയിരുന്നു, മറ്റേതെന്തായിരുന്നു? കൈവേദന കൈ പൊക്കാനൊന്നും വയ്യ, ഒട്ടും വയ്യായിരുന്നു. എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു കൈയുടെയും ഈ കണ്ണിന്റെയും? അതൊക്കെ കൈവേദന ഒരു വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു. കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. അത് മാറിയത് എങ്ങനെയാന്ന് ഞാൻ അറിഞ്ഞില്ല. വചനം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം സാക്ഷ്യം പറയാൻ നോക്കിയപ്പോ ചെറിയതായിട്ടുണ്ടെന്ന് തോന്നി. അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് മാറിയതൊന്നും ഓർത്തില്ല. അപ്പൊ ഈ കണ്ണിന്റെ കൂടെ വന്നപ്പോ എല്ലാം ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിരുന്നു ദൈവത്തോട്. അപ്പൊ അങ്ങനെ നല്ലവണ്ണം കൈവേദന പൂർണ്ണമായും മാറി. കൈ പൊക്കാനോ കൈ കൊണ്ടൊന്നും ചെയ്യാനോ ഒന്നും വയ്യായിരുന്നു ആ കൈക്ക്. അത്രയ്ക്ക് സൗഖ്യമായി ഇപ്പം. ഓ കർത്താവിന്റെ അത്ഭുതമാണ്. പൂർണ്ണ സൗഖ്യമായി. കണ്ണിനും പൂർണ്ണ സൗഖ്യമായി. കണ്ണിന് കുഴപ്പമൊന്നുമില്ലാന്ന് കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പറഞ്ഞു. അതായത് സർജറി പറഞ്ഞിരുന്നായിരുന്നു അല്ലേ? അല്ല, വേറെ ഡോക്ടർ സർജറി പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സർജറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ആമേൻ. നന്ദി കർത്താവേ. ദൈവത്തിന്റെ സാക്ഷ്യമാണ്. കണ്ണിന് ബുദ്ധിമുട്ടുണ്ട്, ഡോക്ടർ സർജറി പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചുമ്മാ പറയത്തില്ല, അതിന് സർജറി വേണ്ടത് കൊണ്ടാണ്. സഹോദരി എന്ത് ചെയ്തു? കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു, സൗഖ്യത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, ഒരു വർഷമായിട്ട് കൈ ഉയർത്താനോ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ വേദനയും മാറി. ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു ഇതും വേണ്ട, ഒന്നും വേണ്ട, കണ്ണിനും ഒരു പ്രശ്നമില്ല എന്ന് പറയാനിടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് സൗഖ്യമാക്കി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, അനേകരെ സൗഖ്യമാക്കിയട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രദറെ, ബ്രദറെ, ഞാൻ ഈ 3-4 ദിവസം മുമ്പ് രാത്രിയിൽ അർദ്ധരാത്രിക്കാണ് എന്നെ ആരോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് പെട്ടെന്ന് വാ, ഒരു വണ്ടിയെ പോകണം, ഫുള്ളും വണ്ടിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ അവരോട് പറയുന്നു, ആരാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഞാൻ വരാം, പക്ഷെ ഞാൻ ബൈബിൾ ഒന്ന് എടുത്തോട്ടെ, എനിക്ക് വണ്ടിയിലിരുന്നാണെങ്കിൽ എനിക്ക് വചനം വായിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള സഹോദരിയോട് ഞാൻ പറഞ്ഞു, ലീനാന്ന് പറയും, വിത്തി കയറുന്ന. അപ്പൊ ഞാൻ ലീനയോട് പറഞ്ഞു, കൊച്ചെ ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടെന്നെ, എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ചേച്ചി ദൈവത്തോട് ചോദിക്കും, ദൈവം അന്നേരം ആലോചന പറഞ്ഞു തരുമെന്ന് പറഞ്ഞേ. ഞാനത് മറന്നു പോയായിരുന്നു. അതിപ്പോ ബ്രദറിനോട് എന്താന്ന് എനിക്ക് അറിയുന്നില്ല, ഇങ്ങനെ ഒരു വിളി ഇങ്ങനെ വന്നു. നമ്മൾ സിസ്റ്റർ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കാര്യം, നമ്മൾ ഓരോ ദർശനം കാണുമ്പോൾ, ഓരോ കാഴ്ചകൾ നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് സന്തോഷം തരുന്നതാണെങ്കിൽ അത് ദൈവികവും, മനസ്സിൻ്റെ ഭാരം, ഭയം, ടെൻഷൻ ഇതെല്ലാം വരുന്നതെങ്കിൽ ആ ചിന്തകളെ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യേണ്ടതാണ്. ദൈവത്തിന്റെ കാഴ്ചകൾ എപ്പോഴും എൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്നതാണ്. പിശാചിന്റെ കാഴ്ചകളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഭയമോ ഭാരമോ ഒന്നും വന്നില്ല എങ്കിൽ, സമാധാനത്തോടെയാണ് അത് കണ്ടതെങ്കിൽ, അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നടക്കാൻ വേണ്ടി കേട്ടോ. ദൈവം നമ്മളെ സുവിശേഷത്തിനായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരും സാക്ഷ്യത്തിനായിട്ട് പറഞ്ഞു. സഹോദരിക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിലെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഒരു സഹോദരി ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്കിന് മുതൽ നിങ്ങൾ അയക്കേണ്ട. കാരണം വെച്ചാൽ ഗ്രൂപ്പുകളെല്ലാം ഫുള്ളായിരിക്കുന്നു. നമ്മുടെ വാട്സാപ്പിന്റെ ഒരു ചാനലുണ്ട്, വാട്സാപ്പ് ചാനലുണ്ട്. അതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അതാ കുറച്ചും കൂടെ നല്ലത്. ഗ്രൂപ്പിനേക്കാൾ ആ വാട്സാപ്പ് ലിങ്ക് ആകുമ്പോൾ നമ്പറുകളെല്ലാം പ്രൈവറ്റ് ആയിട്ട് ലോക്ക് ആയിരിക്കും. അത് കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു ബ്രദറെ, പലപ്പോഴും എനിക്ക് ഈ വചനങ്ങളെ കുറിച്ചുള്ള ഓരോ കാഴ്ചപ്പാടുകളും
അത് ബ്രദർ പലപ്പോഴും പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും, ഇത് മുൻപ് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ബ്രദർ പറയുമ്പോൾ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇനിയും ക്രിസ്തുവിൽ വളരുക, കൂടുതൽ വചനത്താൽ ശക്തിപ്പെടുക, വളർച്ചയിലൂടെ നന്മകളെ കാണുവാൻ സ്വർഗ്ഗം ഇടയാക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സമയം മുന്നോട്ട് ഇച്ചിരി പോയി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ ചോദ്യോത്തരങ്ങൾക്കായിക്ക് വേറൊരു ദിവസത്തേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇന്ന് ഇച്ചിരി സമയം, കാര്യം നമുക്ക് നാളെ സൺഡേയിൽ പ്രെയർ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നാളെ സൺഡേ മീറ്റിംഗ് ഉണ്ട്. UK പ്രാർത്ഥന, ഞാൻ പറഞ്ഞാൽ 27-ാം തീയതി UK മറ്റൊരു ഭാഗത്ത് നമ്മൾ ഈസ്റ്റ് ഹാം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥന ക്രമീകരിക്കാൻ വേണ്ടി പോകുന്നു. ഈസ്റ്റ് ഹാമിൻ്റെ അടുത്തുള്ളവർക്ക് അതിൽ പങ്കുചേരാം. അതിനുവേണ്ടി നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. പട്ടണങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ പല പ്രേയറുകൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും പലയിടങ്ങളിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി പങ്കുചേരുവാൻ, പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവരും പങ്കുചേരാം. അതിനെല്ലാം പ്രതിഫലമുണ്ട്. സ്പിരിച്വലി നിങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങായിട്ട് ബ്രദറിനെ ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യുവാൻ, പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കൂടെ അന്യഭാഷ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലാത്തവർ പ്രാർത്ഥിക്കുക. UK കൂടുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഹാമിൽ ഒരു പ്രയർ വെക്കുന്നു. അതിനുശേഷം ക്രോയിഡോണിലും നോർത്ത് ആംപ്ടണിലും പലയിടങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. വലിയ ദൈവപ്രവൃത്തികൾ നടക്കും. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കും. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ വരും. പ്രാർത്ഥിക്കണം. ആ ദേശമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും എന്താ പറയുന്നത്, നോർമലി പറഞ്ഞാൽ ഒത്തിരി മ്ലേച്ഛതകളുള്ളൊരു പട്ടണമാണ്. ഒത്തിരി പാപം നിറഞ്ഞിരിക്കുന്ന പട്ടണമാണ്. ആ പട്ടണത്തിൽ അനേക തകർന്ന വ്യക്തികളുണ്ട്. തലമുറകൾ വഴിതെറ്റിപ്പോകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഒരു കുറച്ച് പേരിൽ ഒതുങ്ങിപ്പോകാതെ അവിടെ നിന്ന് സ്പ്രെഡാകണം. യേശു ജനങ്ങളെ തൊടണം. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണേ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അപ്പോൾ നാളെ നമ്മുടെ സൺഡേ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് സൂം പ്രയറിൽ നാളെ പ്രാർത്ഥനയില്ല. സൂം മീൻസ് വൈകിട്ട് നമ്മുടെ പ്രാർത്ഥനയില്ല. 4 മണിക്കായിരിക്കും ഇന്ത്യൻ സമയത്ത് ആ പ്രാർത്ഥന നടക്കുന്നത്. രാത്രി 9 മണിക്കില്ല. ആഗ്രഹിക്കുന്നവർ പങ്കു ചേർന്നാട്ടെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് ദൈവം പ്രവർത്തിച്ച വചനത്തിനും തന്ന വചനത്തിനും പ്രവചന ആലോചനയ്ക്കും അത്ഭുതകരമായ രോഗസൗഖ്യത്തിനും ദൈവപ്രവർത്തിക്കും എല്ലാത്തിനുമായി നന്ദി പറയുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. തുടർമാനമായി നമുക്ക് ശക്തിപ്പെടാം. യേശു കൂടെയുണ്ട്. നശിച്ചു പോകത്തില്ല. നന്മ കാണും. ആമേൻ. സമൃദ്ധമായിട്ട് ദൈവം നടത്തട്ടെ. അത്ഭുതങ്ങളാൽ സ്വർഗം നിറയ്ക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.